Okay, so we are going to discuss the MTP2 for strategic management. I hope your preparations are going well. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങളുടെ എക്സാംസിന്. ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരാണെങ്കിൽ 2 ഷോർട്ട് ടൈം. നൗ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം എഴുതുന്നവരാണെങ്കിൽ സ്റ്റിൽ you have additional few more days and your auditing exam has been postponed, so you can use that time really well. അതായത് ആ ഒരു പീരീഡിലേക്ക് നമുക്ക് FMNSM നല്ലപോലെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. Similarly, your auditing paper, because auditing is a theory paper and majority students find auditing to be a little difficult compared to the other two papers. Even FMNSM-നകത്ത് SM ഡിഫിക്കൽട്ടായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് ബിക്കോസ് ഇറ്റ്സ് എ തിയറി പേപ്പർ. സോ അത് പ്രോപ്പറായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന എക്സ്ട്രാ ടൈം വേസ്റ്റ് ചെയ്യാതെ ആ ഒരു ഫുൾ ബോത്തൊക്കെ എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല ടൈമൊക്കെ എടുത്ത് ഇനിയിപ്പോൾ 2 ദിവസം റെസ്റ്റൊക്കെ എടുത്ത് പഠിക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇരിക്കരുത്, സമയം പോവും. സോ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് യുവർ extra study leave that you've been granted because your auditing exam has been postponed. Okay, no time kalayadani, we're going to start with the MTP2. Again, as usual, we are dividing the session into two, your MCQ as well as your descriptive part. First we'll be discussing the descriptive part and then we'll be going for the multiple choice. കൂടുതലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പല പല RTP and MTP ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ലെറ്റ് ദിസ് ബി എ റിവിഷൻ ഫോർ യു. Now, let's start with the first question. A luxury skincare brand saw a sudden spike in the sales after celebrity endorsements and social media promotion. ഒരു ലക്ഷറി സ്കിൻ കെയർ ബ്രാൻഡ് ഉണ്ടായിരുന്നു, അവർക്ക് പെട്ടെന്ന് സെയിൽസ് കൂടി. സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ്, സെലിബ്രിറ്റീസ് വന്നിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു എൻഡോഴ്സ്മെൻറ്റ് ചെയ്തു. സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ലക്ഷറി സ്കിൻ കെയർ ബ്രാൻഡിൻ്റെ സെയിൽസ് കാര്യമായിട്ട് കൂടി. വാട്ട് ഫാക്ടേഴ്സ് കുഡ് ബി ഇൻഫ്ലുവൻസിങ് ദിസ് ചേഞ്ച് ഇൻ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ആൻഡ് വൈ ഈസ് അണ്ടർസ്റ്റാൻഡിങ് സച്ച് ബിഹേവിയർ ക്രിട്ടിക്കൽ ടു ദ ബിസിനസ് സക്സസ്? എങ്ങനെയാണ് കൺസ്യൂമർ ബിഹേവിയർ മാറിയത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും കൺസ്യൂമർ ബിഹേവിയർ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്? നൗ ദിസ് പെർട്ടിക്കുലർ ഏരിയ ഇസ് നോട്ട് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. പക്ഷേ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് റെഗുലർ സ്റ്റുഡൻസിനോട് എടുത്ത് പറഞ്ഞായിരുന്നു ദെയർ ആർ ഹയർ ചാൻസസ് ഫോർ Jan 2026 അറ്റംപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുകയാണ് കൺസ്യൂമർ ബിഹേവിയർ. കാരണം നിങ്ങൾക്ക് പണ്ടത്തെ പേപ്പറൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ യു വിൽ നോട്ട് ഫൈൻഡ് ദിസ് ഏരിയ ബിക്കോസ് May 2024 ശേഷം വന്ന ഒരു അഡീഷണൽ ടോപ്പിക് ആണിത്. സോ യു ക്യാൻ മാർക്ക് ദിസ് ക്വസ്റ്റൻ ആസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ദ സഡൻ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ സ്കിൻ കെയർ ബ്രാൻഡ് ആഫ്റ്റർ ദ സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ത്രൂ ദ ഫോളോയിങ് വേ. അതായത് കൺസ്യൂമർ ബിഹേവിയറിനെ ബാധിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഓക്കെ, Number 1, consumer behavior is influenced by 4 major conceptual domains. 4 conceptual domains-നെ ബേസ് ചെയ്തിട്ടാണ് കൺസ്യൂമർ ബിഹേവിയർ മാറുന്നത്. അതായത് ഇത്രയും നാൾ മേടിച്ചുകൊണ്ടിരിക്കാത്ത ഒരു പ്രോഡക്റ്റ് സെലിബ്രിറ്റി വന്ന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് വന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കും കൂടിയത്? Number 1, external influences. External influences പറഞ്ഞാൽ advertisement, celebrity endorsement, peer recommendation, social norms. In this case, endorsement and social media promotions acted as a strong marketing stimuli, directly shaping how consumers perceive the brand and influencing the decision to purchase. External decision എന്ന് പറഞ്ഞാൽ നമ്മുടെ പിയർ ഉപയോഗിക്കുന്നു, എൻ്റെ ഫ്രണ്ട് ഉപയോഗിക്കുന്നു, എൻ്റെ കൊളീഗ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇതൊരു സോഷ്യൽ നോമാണ്, എല്ലാവരും ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സെലിബ്രിറ്റി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഇത് കാരണം ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്തേക്കാം. വൈ നോട്ട് ട്രൈങ് ദിസ് പെർട്ടിക്കുലർ ബ്രാൻഡ്? ഇപ്പോൾ കട്രീന കേഫിൻ്റെ ഒരു ബ്രാൻഡാണ് കെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കട്രീന കേഫ് പറയുകയാണ് ഐ എം യൂസിങ് ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ ദാറ്റ് ഇസ് ഹെർ ബ്രാൻഡ്. നോ ഷീ ഈസ് യൂസിങ് ഇറ്റ്. കുറേ ഇൻഫ്ലുവൻസേഴ്സും കുറേ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയ കാണുന്നതുമുണ്ട്. സോ അഡ്വർടൈസ്മെൻറ്റ്, പിയർ റെക്കമെൻഡേഷൻസ്, സോഷ്യൽ നോംസ് കാരണം ഒരു കൺസ്യൂമറുടെ ബിഹേവിയർ മാറിയേക്കാം. അപ്പോൾ ഈ ക്വസ്റ്റനിൽ 2 റീസണാണ്. ഒന്ന് സെലിബ്രിറ്റി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ആൻഡ് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ എന്ന് പറയുന്നതാണ് ഈ ക്വസ്റ്റ്യനകത്ത് വന്നേക്കുന്ന എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. നോ, ഇന്റേണൽ ഇൻഫ്ലുവൻസ്. These are the psychological process within the consumer such as motivation, attitude and perception. The promotions may have altered the consumer perception of the product quality and created motivation linked to the beauty's self-image or aspirational lives. അതായത് നമുക്ക് തന്നെ തോന്നിയിട്ട് മേടിക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ ഇൻഫ്ലുവൻസ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഇത്രയും നാളും ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റി അത്ര വലിയ ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. We were not very convinced with the quality. We were not very convinced with
ബൈങ് ദറ്റ് പെർട്ടിക്കുലർ, എന്തിന് ഞാൻ ആ പ്രോഡക്റ്റ് മേടിക്കുന്നത്, അതിനേക്കാളും അതേ പ്രൈസിൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് വിലയ്ക്ക് അതേ സാധനം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നൊരു ഇംപ്രഷൻ ഞാൻ ഇരിക്കുമായിരുന്നു. സോ അത് മാറി കിട്ടി എനിക്കിപ്പം. ബിക്കോസ് ഓഫ് ദ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ, ബിക്കോസ് ഓഫ് ദ സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ്, മൈ മോട്ടിവേഷൻ, മൈ ആറ്റിറ്റ്യൂഡ്, മൈ പെർസെപ്ഷൻ ചേഞ്ച്ഡ്. അത് കാരണം ഞാൻ ആ പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടാവാം. നമ്പർ 3, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതായത് നമുക്കിപ്പോൾ ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുക. ഡു ഐ നീഡ് ദറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്? ഇതിന് ഓൾട്ടർനേറ്റീവ്സ് എന്തെങ്കിലും അവൈലബിൾ ആണോ? ഫോർ എക്സാമ്പിൾ 899 റുപ്പീസിനാണ് ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ 899 രൂപയ്ക്ക് ആ പ്രോഡക്റ്റ് മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതേ പ്രൈസിൽ ഇതേ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് കുറച്ച്, ഇതേ പ്രൈസ് നോക്കുന്നതിലും ഭേദം 899 പകരം ഇതേ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ബ്രാൻഡ് മാത്രം മാറിയിട്ട് ഒരു 500-നോ 600-നോ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ വൈ ഗോയിങ് ഫോർ എൻ 899 പെർട്ടിക്കുലർ പ്രോഡക്റ്റ്? അപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ, എന്തൊക്കെയാണ് ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ, അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സീക്ക് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് ഫൈനൽ ചോയ്സസ് എടുക്കുക. സോ ദിസ് ഇസ് അനദർ ഫാക്ടർ വിച്ച് ഇസ് എഫക്റ്റിംഗ് ദ കൺസ്യൂമർ ബിഹേവിയർ. ഒന്ന്, പുറത്തുള്ള പിയർ റെക്കമെൻഡേഷൻസ്, സോഷ്യൽ നോംസ്, അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൺസ്യൂമർ ബിഹേവിയറിനെ ബാധിച്ചേക്കാം. 2, നമ്മുടെ അകത്തുള്ള മോട്ടിവേഷൻ, നമുക്കുള്ള പെർസെപ്ഷൻ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നതുകൊണ്ട് നമ്മൾ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മേടിക്കുന്നു. 3, നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ, എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് അവൈലബിൾ ആണോ, എന്തൊക്കെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്, എങ്ങനെ നമുക്കതിനെ ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, എന്നിട്ട് ഞാനൊരു ഡിസിഷൻ എടുക്കുവാണ് അത് മേടിക്കണോ വേണ്ടയോ എന്ന്. സോ അതും കൺസ്യൂമർ ബിഹേവിയറിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. പോസ്റ്റ് ഡിസിഷൻ പ്രോസസ്സ്. പോസ്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഞാനത് മേടിച്ചു, എനിക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ഞാൻ ആ പ്രോഡക്റ്റ് മേടിക്കുന്നു. മേടിച്ചതിന് ശേഷം ചിലപ്പോൾ ചിലവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇത് അഡ്വർടൈസ് ചെയ്ത അത്രയൊന്നും ഇല്ല, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഐ എം നോട്ട് ഗോയിങ് ടു റീപർച്ചേസ് ഇറ്റ്, മേടിച്ചത് കൊണ്ട് തീർക്കുന്നു ഞാൻ, ഇനി ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു റീപർച്ചേസ് ഇറ്റ്. അതൊരു പോസ്റ്റ് ഡിസിഷൻ, അതൊരു കൺസ്യൂമർ ബിഹേവിയർ ആണ്. അല്ലെങ്കിൽ കൊള്ളാം, ഈ സാധനം 899 റുപ്പീസിന് വേർത്താണ്, അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുമ്പോൾ ഞാനത് റീപർച്ചേസ് ചെയ്യുന്നു. ഇത് കൂടാതെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോടും പറയണം, എടാ ഈ പറയുന്ന പ്രോഡക്റ്റ് കൊള്ളാം, ഐ പർച്ചേസ് ഇറ്റ് ഫോർ 899, എനിക്ക് ഇത്രയും നാളും ആ പ്രോഡക്റ്റ് അത്ര. അപ്പോൾ അവിടെ പിയർ റെക്കമെൻഡേഷൻ പോയി, അവിടെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വന്നു. ഓക്കെ, എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ദാറ്റ് ഇസ് പോസ്റ്റ് ഡിസിഷൻ പ്രോസസ്. ഇഫ് കസ്റ്റമേഴ്സ് ഫീൽ സാറ്റിസ്ഫൈഡ് ആഫ്റ്റർ ദ പർച്ചേസ്, ദേ വിൽ റിപ്പീറ്റ് ബൈയിങ് ആൻഡ് റെക്കമെൻഡ് ദ ബ്രാൻഡ് ടു ദ അതേഴ്സ്, ഹെൽപ്പിംഗ് സസ്റ്റെയിൻ ദ ഇൻക്രീസ് സെയിൽസ്. ഇപ്പോൾ ഇൻക്രീസ് സെയിൽസ് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് മേടിക്കുകയും ചെയ്യും, ഞാൻ എൻ്റെ പിയറിനത് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ദ കൺസ്യൂമർ ബിഹേവിയർ. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇത് അഗെയിൻ ഐ എം ടെല്ലിംഗ്, ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. ദേ കൻ ഈവൻ ആസ്ക് us a direct question, what are the factors which affect the consumer behavior? Going for the next question. A consumer technology startup continually revises its business model to align with shifting user behavior, the rise of new digital platforms, and rapid technological advancement. In the context of strategic analysis, identify the key internal elements or strategic drivers that the firm is responding to shape its strategic decision. ഒരു കൺസ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജി സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടായിരുന്നു. അവരവരുടെ ബിസിനസ് മോഡൽ, പ്രവർത്തിക്കുന്ന രീതി തന്നെ കൺസ്യൂമർ ബിഹേവിയറിനനുസരിച്ച് മാറ്റി. എന്താണോ കസ്റ്റമേഴ്സിന് വേണ്ടത് ആ രീതിയിൽ അവർ പ്രവർത്തിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ദ റൈസ് ഓഫ് ന്യൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആൻഡ് റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്. ഇപ്പോൾ എല്ലാവരും ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴിയാണ് മേടിക്കുന്നത്. സോ അതിലോട്ട് അവർ ഷിഫ്റ്റ് ചെയ്തു. ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ഇന്റേണൽ സ്ട്രാറ്റജിക് അനാലിസിസ് കൺസിഡർ ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ദ കീ ഇന്റേണൽ എലമെൻറ്റ്സ്. എന്തൊക്കെയാണ് കീ ഇന്റേണൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഡ്രൈവേഴ്സ് ദാറ്റ് ദ ഫേം ഇസ് റെസ്പോണ്ടിങ് ടു. എന്തിലോട്ടാണ് ഫേം ഇപ്പോൾ റെസ്പോൺസ് കാണിച്ചത്? നോ, ദീസ് ആർ ദ ഫാക്ടേഴ്സ്. ഇതാണ് കീ സ്ട്രാറ്റജിക് ഡ്രൈവേഴ്സ്. നമ്പർ 1, ഇൻഡസ്ട്രി ആൻഡ് മാർക്കറ്റ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ കമ്പനീസിനെ ഒരുമിച്ചിടുന്നതിനെയാണ് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ വെസ്റ്റ് സൈഡ്, സൂഡിയോ, മാക്സ്, ഇതൊക്കെ ഒരു ഇൻഡസ്ട്രിയിലുള്ളതാണ്. സോ ഇപ്പോൾ ടാറ്റയ്ക്ക് തന്നെ പല കമ്പനീസ് ഉണ്ട്, അതുപോലെ നമ്മുടെ റിലയൻസിന് പല കമ്പനീസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനെയും കൂടെ നമുക്ക് ഒരു ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റില്ല. സോ സിമിലർ കമ്പനീസ് ആർ ഗ്രൂപ്പ് ടുഗെദർ ആൻഡ് ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ഇൻഡസ്ട്രി. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ഇൻ ഓർഡർ ടു എക്സ്ചേഞ്ച് ദർ പ്രോഡക്റ്റ് ഓർ എ സർവീസ്. എവിടെയാണോ അവർ മീറ്റ് ചെയ്യുന്നത്, അതൊരു ഫിസിക്കൽ
മാർക്കറ്റ് ആകാം, ഒരു വെർച്വൽ മാർക്കറ്റ് ആകാം. ഇതിനാണ് മാർക്കറ്റ് എന്ന് പറയാം. ദ സ്റ്റാർട്ടപ്പ് ക്ലോസ്ലി മോണിറ്റർ ഇറ്റ്സ് റിലേറ്റീവ് പൊസിഷൻ ഇൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ ഞാൻ ആദ്യം ഇൻഡസ്ട്രി എന്താന്ന് പറഞ്ഞു, മാർക്കറ്റ് എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കമ്പനി ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇൻഡസ്ട്രി വാച്ച് ചെയ്തിട്ടുണ്ട്. സിമിലർ കമ്പനീസ് എന്താ ചെയ്യുന്നതെന്ന് അവർ നോക്കിയിട്ടുണ്ട്. മാർക്കറ്റ് ഡൈനാമിക്സ് എന്താണ്, ഇപ്പോഴെന്താണ് മാർക്കറ്റിന് വേണ്ടത്, ബയേഴ്സിന് എന്താ വേണ്ടത്, ബാക്കിയുള്ള സെല്ലേഴ്സ് എന്താണ് ഓഫർ ചെയ്യുന്നത്, ഇത് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ട്. As user behavior, platforms and technologies evolve, the startup adapts its model to stay aligned with the shifting market expectation. അതായത് ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വന്നു എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. ആൾക്കാർ ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലോട്ട് മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ഈ മാർക്കറ്റ് ഡൈനാമിക്സ് പഠിച്ച്, അവർ ഇൻഡസ്ട്രി പഠിച്ച് അതിലേക്ക് മാറാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. സോ ആദ്യമേ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് വാട്ട് ഇസ് ഇൻഡസ്ട്രി, വാട്ട് ഇസ് മാർക്കറ്റ് എഴുതിയിട്ട് യു ക്യാൻ കം ആൻഡ് റൈറ്റ് ദിസ്. ദ സ്റ്റാർട്ടപ്പ് ഇസ് ക്ലോസ്ലി മോണിറ്ററിങ് ഇറ്റ്സ് റിലേറ്റീവ് പൊസിഷൻ ഇൻ ദ ഇൻഡസ്ട്രി ആൻഡ് ചേഞ്ചിങ് മാർക്കറ്റ് ഡൈനാമിക്സ്. അതിൻ്റെ ഇൻഡസ്ട്രിയിലെ പൊസിഷൻ എന്താണ്, ബാക്കിയുള്ളവരെ ഇപ്പോൾ വെബ്സൈറ്റ് നോക്കുവാണ്, ഇപ്പോൾ ഈ ഇതൊരു സ്റ്റാർട്ടപ്പ് ടെക് ബേസ്ഡ് കമ്പനിയാണ്. സോ അവർ നോക്കുവാണ് എന്താണ് ഞങ്ങളുടെ പൊസിഷൻ ആസ് കമ്പയർഡ് ടു ദ അതർ കമ്പനീസ്, എന്തൊക്കെയാണ് മാർക്കറ്റ് ഡൈനാമിക്സ്, ഇപ്പോൾ ആൾക്കാരുടെ ആവശ്യം എന്താണ്. സോ അതിനനുസരിച്ച് മാറാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. നമ്പർ 2, കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണോ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അവരെ വിളിക്കുന്ന പേരാണ് കസ്റ്റമർ. Changing user behavior directly influences a customer needs and preferences. Understanding these customers, their usage patterns, and their value to the business drives a startup to update its offering. കസ്റ്റമറിനെ മനസ്സിലാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അവരുടെ പാറ്റേൺ എന്താണ്, പാറ്റേൺ എന്ന് പറഞ്ഞാൽ എത്ര റിപ്പീറ്റഡ് ആയിട്ടാണ് അവർ പ്രോഡക്റ്റ് മേടിക്കുന്നത്, അല്ലെങ്കിൽ എത്ര റിപ്പറ്റേറ്റീവ് ആയിട്ടാണ് അവർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, എന്തുമാത്രം വാല്യൂ ആണ് അവർ ബിസിനസ്സിലോട്ട് ആഡ് ചെയ്യുന്നത്. കാരണം ഒരു കസ്റ്റമർ റിപ്പീറ്റഡ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ ബിസിനസ്സിന് ഒരു തരത്തിലുള്ള വാല്യൂ എഡിഷനും ഇല്ല. പക്ഷേ കസ്റ്റമേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ആ പ്രോഡക്റ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് അതൊരു വാല്യൂ എഡിഷനാണ്. ഇതിനനുസരിച്ചിട്ടാണ് ഇവർ ഈ പറയുന്ന പ്രോഡക്റ്റ് ഓഫർ ചെയ്ത് തുടങ്ങിയത്, ഈ ടെക് ബേസ്ഡ് കമ്പനി. 3, പ്രോഡക്റ്റ് ഓർ സർവീസ്. പ്രോഡക്റ്റ് ഓർ സർവീസ് എന്ന് പറഞ്ഞാൽ എനി ഗുഡ്സ് ഓർ സർവീസ് ഓഫർ ടു ദ മാർക്കറ്റ്. എന്തെങ്കിലും ഒരു എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് സർവീസ് ആയിക്കോട്ടെ, ഒരു ഓർഗനൈസേഷൻ മാർക്കറ്റിന് ഓഫർ ചെയ്യുന്നതിനാണ് പ്രോഡക്റ്റ് ഓർ സർവീസ് പറയുന്നത്. എന്താ പ്രോഡക്റ്റ് ഓർ സർവീസ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി മനസ്സിലാക്കിയത്? ദ സ്റ്റാർട്ടപ്പ് മോഡിഫൈസ് ഇറ്റ്സ് ബിസിനസ് മോഡൽ to refine or expand its product or service in response to the technological shift and customer demand. This ensures relevance, competitiveness and differentiation in the market. അവർ പ്രോഡക്റ്റ് ഓർ സർവീസ് കസ്റ്റമേഴ്സിനനുസരിച്ചിട്ട് മാറ്റുവാണ്. എന്തിനാണ് അവർ അങ്ങനെ മാറ്റുന്നത്? റെലവൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. ആൾക്കാർക്ക് വേണ്ട പ്രോഡക്റ്റ് മാത്രമേ അവർ ഓഫർ ചെയ്യുന്നുള്ളൂ, ഇറലവൻ്റ് ആയിട്ടുള്ള സാധനം അവർ ഓഫർ ചെയ്യുന്നില്ല. കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കാൻ, കോമ്പറ്റീറ്റേഴ്സിൻ്റെ കൂടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ പ്രോഡക്റ്റ് ഓർ സർവീസ് അങ്ങനെ അവർ ഓഫർ ചെയ്യുന്നത്. ഡിഫറൻസിയേഷൻ, ബാക്കിയുള്ളവരുടെ പ്രോഡക്റ്റിനേക്കാളും ഇവരുടെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റണം, അതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനത്തെ അപ്ഡേറ്റഡ് പ്രോഡക്റ്റ് ഓർ സർവീസ് മാർക്കറ്റിലോട്ട് ഓഫർ ചെയ്യുന്നത്. സോ കീ വേർഡ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. റെലവൻ്റ് ആയിട്ട് നിൽക്കാൻ, കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കാൻ, ഡിഫറൻസിയേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ, വാല്യൂ ടു ദ ബിസിനസ് ആഡ് ചെയ്യാനായിട്ട്. കീവേഡ്സ് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ചാനൽസ്, എങ്ങനെയാണോ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നത്, ആ മീഡിയത്തിനെയാണ്, ആ ഡിസ്ട്രിബ്യൂഷനെയാണ്, ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. എ ന്യൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എമർജ്. ദ സ്റ്റാർട്ടപ്പ് ബിസിനസ് adjusts the channels through which it delivers its services such as app, web platforms, partner integration, etc. അപ്പോൾ ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി പല ചാനൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും അവരുടെ പ്രോഡക്റ്റ് എത്തിക്കുന്നത്, എന്നാൽ അവരുടെ സർവീസ് എത്തിക്കുന്നത്. അത് വെബ് ആപ്പുകളാകാം, വെബ് പ്ലാറ്റ്ഫോംസ് ആകാം, ഈവൻ പാർട്ട്ണർ ഇൻറ്റഗ്രേഷൻസ് ആകാം. എങ്ങനെയാണോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇഫക്റ്റീവ്ലി അവരുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റുന്നത്, ആ എല്ലാ ചാനൽസും ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് കമ്പനി അവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു ഗുഡ് അല്ലല്ലോ കൊടുക്കുന്ന, ഒരു സർവീസ് അല്ലേ, അവർ ആ പറയുന്ന സർവീസ് കസ്റ്റമേഴ്സിനോടത്തോട്ട് എത്തുന്നത്. ദെയർഫോർ ദ ഇൻറ്റേർണൽ എലമെൻറ്റ് ദ ഫേം ഇസ് റെസ്പോണ്ടിങ് ടു ആർ ഇതൊക്കെയാണ്: ഇൻഡസ്ട്രി ആൻഡ് മാർക്കറ്റ്, കസ്റ്റമേഴ്സ്, product or service and channel. This will help the organization to assess the current performance and make the strategic decision to stay competitive and aligned with the emerging trend. ഇത് മനസ്സിലാക്കുന്നതോടുകൂടി അവർക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കാനും പറ്റും, എന്തൊക്കെയാണ് മാർക്കറ്റ് ട്രെൻഡ് എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ടും പറ്റും. ഡിറക്റ്റ് ക്വസ്റ്റൻ ആണ് ടെക്നിക്കലി എല്ലാം. ആ ക്വസ്റ്റനെ ബേസ് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് ആക്കി അവർ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് ടെക്നിക്കലി എ ഡിറക്റ്റ് ക്വസ്റ്റൻ, നത്തിങ് വെരി ന്യൂ or very different. അങ്ങനെയൊന്നും പറയാൻ മാത്രമില്ല. I hope that's clear.
Okay, going for the next one. Control എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. Sunship Beverages has introduced a cost-saving strategy across its manufacturing and warehousing operations. The managing director seeks continuous monitoring to ensure the strategy is being implemented accurately. ഒരു Sunship എന്ന് പറയുന്ന ഒരു ബിവറേജ് കമ്പനിയാണ്. അവർ കോസ്റ്റ് സേവിംഗ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. അവരുടെ മാനുഫാക്ചറിങ് വെയർഹൗസിങ്ങിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തും വെയർഹൗസിൻ്റെ ഓപ്പറേഷൻസിൻ്റെ അവിടെയും കോസ്റ്റ് സേവിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ദ മാനേജിംഗ് ഡയറക്ടർ സീക്സ് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ടു എൻഷുർ ദ സ്ട്രാറ്റജി ഈസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ആക്യുറേറ്റ്ലി വിത്ത് എനി ഡീവിയേഷൻസ് കറക്റ്റഡ് പ്രോംപ്റ്റ്ലി. സോ മാനേജിംഗ് ഡയറക്ടർ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അതായത് കോസ്റ്റ് സേവിംഗ് ആയിട്ടുള്ള സംഭവം പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് മാനേജിംഗ് ഡയറക്ടർ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഹി ഓൾസോ വോണ്ട്സ് ദ approach to remain flexible so the company can quickly adjust to market changes or unforeseen development. അപ്പോൾ മറ്റേ മാനേജിംഗ് ഡയറക്ടർ എടുക്കുന്ന അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. കാരണം എങ്ങാനും വല്ല മാർക്കറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ സ്ട്രാറ്റജി മാറ്റാൻ പറ്റണം. അയാളുടെ ആഗ്രഹം കോസ്റ്റ് സേവിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജി മാനുഫാക്ചറിങ് സെക്ടറിലും അവരുടെ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ വെയർ ഹൗസിംഗ് ഓപ്പറേഷൻസും ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്. ഇനി എങ്ങാനും വല്ല മാർക്കറ്റ് ചേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി ഫ്ലെക്സിബിളായിട്ട് മാറ്റാനും പറ്റണം. What type of strategy controls can the organization adopt to ensure timely corrections and effective adaptations to changing condition? എന്ത് ടൈപ്പ് ഓഫ് കൺട്രോൾ ഒക്കെയാണ് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? 4 ടൈപ്പ് ഓഫ് കൺട്രോളാണ് ഉള്ളത്. പ്രിമൈസ് കൺട്രോൾ, ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ, സ്ട്രാറ്റജിക് സർവൈലൻസ് ആൻഡ് സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ. നോ വാട്ട് ഡു യു മീൻ ബൈ പ്രിമൈസ് കൺട്രോൾ? നമ്മുടെ ചുറ്റിനുള്ള പ്രിമൈസ് എപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റ്, അതിനെപ്പറ്റി എപ്പോഴും അസംഷൻസ് എടുത്തുകൊണ്ടിരിക്കണം. സോ എൻഷുർ ദാറ്റ് അസംഷൻസ് ഓൺ വിച്ച് ദ കോസ്റ്റ് സേവിംഗ് സ്ട്രാറ്റജി ഈസ് ബേസ്ഡ് ഓൺ സച്ച് ആസ് റോ മെറ്റീരിയൽ, ഡിമാൻഡ് ഫോക്കാസ്റ്റ്, ലോജിസ്റ്റിക് കോസ്റ്റ് റിമെയിൻസ് valid. If assumptions change, the strategy can be adjusted quickly. അതായത് ടെക്നിക്കലി പ്രിമൈസ് കൺട്രോൾ എന്താണെന്ന് മനസ്സിലാക്കി ഇതൊക്കെ നിങ്ങളുടെ ഒരു എന്താ പറയുക ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് വേണം ഇത് എഴുതാൻ. ദിസ് ഇസ് നോട്ട് ദെയർ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് നോർ ഇറ്റ് ഇസ് ദെയർ ഇൻ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് തിയറിയും കൂടെ എഴുതിയിട്ട് വരുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇവർ പ്രസൻറ്റ് ചെയ്തതിനകത്ത് ആ കഥ മാത്രമേ എഴുതി പോയിട്ടുള്ളൂ. ഐ വിൽ ഓൾവേസ് സജസ്റ്റ് ടു റൈറ്റ് ദ തിയറി സോ ദാറ്റ് ഇൻ കേസ് ഇഫ് യുവർ ആൻസർ ഇസ് നോട്ട് ദാറ്റ് ക്രിയേറ്റീവ് ഓൾസോ യു ആർ ഗെറ്റിംഗ് മാർക്സ് ഫോർ ദ തിയറി പാർട്ട്. സോ പ്രിമൈസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനുള്ള പ്രിമൈസസ്, നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളൊരു അസംഷൻ എടുത്തിട്ടുണ്ടായിരിക്കുക. മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ ഇങ്ങനെയൊക്കെ, അല്ലെ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെയൊക്കെ കോസ്റ്റ് സേവ് ചെയ്യാം. നിങ്ങളുടെ അസംഷൻസ് മാറുവാണ് എന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജി അതിനനുസരിച്ച് മാറിക്കോണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എൻവയോൺമെൻറ്റ് മാറുവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ അസംഷൻസ് മാറും. അതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ ക്വിക്ക്ലി മാറ്റിക്കോണം. 2, ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ, പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ ഇംപ്ലിമെൻറ്റ് ചെയ്തത്? നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ റെഗുലറായിട്ട് റിവ്യൂസ് നടത്തിക്കൊണ്ടിരിക്കുക, മൈൽ സ്റ്റോൺ ചെക്കുകൾ നടത്തുക. അതായത് മൈൽ സ്റ്റോൺ ചെക്ക് എന്ന് പറഞ്ഞാൽ വീക്ക്ലി ഇത്ര അച്ചീവ് ചെയ്യാൻ പറ്റുമോ, മന്ത്ലി പറഞ്ഞ പോലെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ, ക്വാർട്ടർലി അച്ചീവ് ചെയ്യാൻ പറ്റുമോ, ഹാഫ് ഇയർലി അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കുക. ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ. ട്രാക്ക് വെദർ ദ സ്ട്രാറ്റജി ഈസ് ബീൻ എക്സിക്യൂട്ടഡ് ആസ് പ്ലാൻഡ് ഇൻ മാനുഫാക്ചറിങ് വെയർ ഹൗസിങ്. അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യുക? നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക, റെഗുലറായിട്ടുള്ള റിവ്യൂസ് നടത്തുക, മൈൽ സ്റ്റോൺ ചെക്കുകൾ നടക്കുക, പൈലറ്റ് ടെസ്റ്റിങ്ങുകൾ നടക്കുക. എന്തെങ്കിലും ഡീവിയേഷൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ, ഉദ്ദേശിച്ച പോലെ പ്ലാൻ ചെയ്ത പോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത് എന്ന് നിങ്ങൾ നോക്കുക. ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ. 3, സ്ട്രാറ്റജിക് സർവൈലൻസ്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് നോക്കുക, എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് നോക്കുക. എന്തിനാണ് നോക്കുന്നത്? ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ സ്ട്രാറ്റജിക് സർവൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചില കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റൂല. അപ്പോൾ ആ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ സ്വോട്ട് എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ സ്ട്രാറ്റജിക് സർവൈലൻസ് നടത്തുക. എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻ, എമർജൻസി, COVID-19, നമ്മുടെ ഇത് നാച്ചുറൽ കെലാമിറ്റീസ്, അപ്പോൾ അങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ്, സഡൻ ആയിട്ടുള്ള എക്കണോമിക് ചേഞ്ചസ്, ഇൻഫ്ലേഷൻ, ബൂം, പെട്ടെന്ന് എന്തെങ്കിലും മാർക്കറ്റിനകത്ത് ഒരു ഇടിവ് വരുവാണ്. അപ്പോൾ അതിനൊക്കെയാണ് സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ എന്ന് പറയാം.
So activated response to sudden unexpected events. It allows a company to respond quickly and revise a strategy whenever necessary. ഈ 4 കൺട്രോളുകൾ ഉപയോഗിച്ചിട്ട് വേണം അവർ മുന്നോട്ട് പോകാൻ. സോ വൺ ഇസ് പ്രൊമൈസ് കൺട്രോൾ, നെക്സ്റ്റ് വൺ ഇസ് സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ, സ്ട്രാറ്റജിക് സർവൈലൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ. ഈ 4 കാര്യങ്ങളാണ് ഈ പറയുന്ന കോസ്റ്റ് സേവിങ് സ്ട്രാറ്റജി അവർ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിലും വെയർഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ നേരത്ത് നോക്കേണ്ട കൺട്രോളുകൾ. ഇത് വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇറ്റ്സ് നോട്ട് അഗെയിൻ എ ന്യൂ ക്വസ്റ്റൻ ഓർ സംതിങ്. വേറെ രീതിയിൽ ക്വസ്റ്റൻ ഫ്രെയിം ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് ദാറ്റ്സ് ഫൈൻ. ഞാൻ കുറച്ചൊരു യൂട്യൂബിനകത്ത് ഡിലേ ഉള്ളതുകൊണ്ടാണ് ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഇൻ കേസ് ഇഫ് എനി വൺ ഹാസ് എ ഡൗട്ട് ദേ ക്യാൻ ആസ്ക് ഡൗട്ട് എന്നുള്ള രീതിയിൽ. Okay, going for the next one. Sky Chemical Industry intends to grow its business. Same questions there in the workbook. Advise a company on available options using ANSOF product market growth metrics. So ANSOF metrics ഉപയോഗിച്ചിട്ട് ഒരു കെമിക്കൽ ഇൻഡസ്ട്രിക്ക് എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ മെട്രിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ആൻസോഫ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഗ്രോത്ത് മെട്രിക്സ് ഇഗോർ ആൻസോഫ് എന്ന് പറയുന്ന സ്ട്രാറ്റജിസ്റ്റ് ആണ് സജസ്റ്റ് ചെയ്തത്. ഇറ്റ്സ് എ ടൂൾ വിച്ച് വിൽ ഹെൽപ്പ് ദ ബിസിനസ് ടു ഡിസൈഡ് ദ പ്രോഡക്റ്റ് ആൻഡ് മാർക്കറ്റ് ഗ്രോത്ത് സ്ട്രാറ്റജി. എന്താണ് അവരുടെ പ്രോഡക്റ്റ്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണോ, ന്യൂ പ്രോഡക്റ്റ് ആണോ, അത് എക്സിസ്റ്റിംഗ് മാർക്കറ്റിലാണോ, ന്യൂ മാർക്കറ്റിലാണോ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. വിത്ത് ദ യൂസ് ഓഫ് ദിസ് മെട്രിക്സ് ബിസിനസ് ക്യാൻ ഗെറ്റ് എ ഫെയർ ഐഡിയ അബൌട്ട് ദ ഗ്രോത്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്കറ്റ് ഇൻ ദ ന്യൂ ഓർ ദ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ പറഞ്ഞ അതേ സംഭവം. അപ്പോൾ ആൻസോഫിന് പ്രോഡക്റ്റ് മാർക്കറ്റ് ഗ്രോത്ത് മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മാർക്കറ്റ്, നമ്മളിപ്പം പുതിയൊരു മാർക്കറ്റിലോട്ട് പ്രോഡക്റ്റ് ഇറക്കണോ, അതോ നമ്മൾ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ പ്രോഡക്റ്റ് വിറ്റിട്ട് മുന്നോട്ട് തന്നെ പോയാൽ മതിയോ, അതോ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് തന്നെ മതിയോ, എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ തന്നെ കൊടുത്താൽ മതിയോ, അതോ ഷുഡ് വി ഗോ ഫോർ എ ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ് ആൻസോഫ് മെട്രിക്സ്. സോ 4 രീതിയിലാണ് അത് പോകുന്നത്. മാർക്കറ്റ് പെനട്രേഷൻ, മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഡൈവേഴ്സിഫിക്കേഷൻ. മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റ് കൊടുക്കുക. നമ്മുടെ ഈ കോൾഗേറ്റിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടില്ലേ, നിങ്ങൾ 2 തവണ ബ്രഷ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ അഡ്വർടൈസ്മെൻറ്റ്സ് നടത്തും. അതൊരു പുതിയ പ്രോഡക്റ്റ് അല്ല അവർ ലോഞ്ച് ചെയ്യുന്നത്, ഉള്ള പ്രോഡക്റ്റ് തന്നെ നമ്മൾ റിമൈൻഡ് ചെയ്യിക്കുക. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണോ ചോദിക്കുന്നത് 2 തവണ പല്ല് വെച്ചിട്ടുണ്ടോ എന്ന്? ഇല്ല. സോ ദേ ആർ ജസ്റ്റ് റിമൈൻഡിങ് അസ്, സി ദർ ഇസ് എ പ്രോഡക്റ്റ് ഹിയർ, ഡോണ്ട് ഫർഗെറ്റ്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു റിമൈൻഡ് ചെയ്യും. സോ ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ മാർക്കറ്റ് പെനട്രേഷൻ. സോ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ കൊടുക്കുന്നു സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഒരു തരത്തിലും പ്രോഡക്റ്റിനകത്ത് ചേഞ്ച് വരുത്തുന്നുണ്ടോ? ഇല്ല. സോ ദാറ്റ് ഈസ് ബേസിക്കലി മറ്റേ ഡിഡ് യു ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്നു, സെയിൽസ് കൂട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, ലൈക്ക് അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ പ്രോഡക്റ്റ് ഇൻ എനി വേ. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് യു കോൾ മാർക്കറ്റ് പെനട്രേഷൻ. നെക്സ്റ്റ് വൺ ഇസ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. മാർക്കറ്റാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സോ ന്യൂ മാർക്കറ്റ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, മാർക്കറ്റ് ഡെവലപ്പ് ചെയ്തു. സോ ന്യൂ മാർക്കറ്റ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് പുതിയ മാർക്കറ്റിലോട്ട് ഇറങ്ങുക. ഇപ്പോൾ നമ്മുടെ എം ജി എന്ന് പറയുന്ന വണ്ടിയുടെ ബ്രാൻഡ് ദേ ലോഞ്ച്ഡ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. അവർ പുറത്തുണ്ടായിരുന്നു, അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴാണ് ലോഞ്ച് ചെയ്തത്. സോ ദാറ്റ്സ് ബേസിക്കലി എ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് റെഫേഴ്സ് ടു എ ഗ്രോത്ത് സ്ട്രാറ്റജി വെയർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഇസ് ഓഫേർഡ് ഇൻ ടു എ ന്യൂ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ കമ്പനി അഗെയിൻ ഓൾറെഡി ഉള്ള ഒരു പ്രോഡക്റ്റാണ്, ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ്സ് ബേസിക്കലി മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ന്യൂ പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റ്, പുതിയ പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയാണ് ന്യൂ പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇല്ലാത്ത, ഇപ്പോൾ ഇ വിയിലോട്ട് ഇറങ്ങി, ഇലക്ട്രോണിക് വെഹിക്കിൾസിലോട്ട് ഇറങ്ങി. ഇത്രയും നാളും പെട്രോൾ വണ്ടികളും ഡീസൽ വണ്ടികളും മാത്രം വിറ്റുകൊണ്ടിരുന്ന കമ്പനീസ്, ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനീസ്, ദേ ഗോട്ട് ഇൻ ടു ഇ വി. അപ്പം പുതിയ പ്രോഡക്റ്റാണ് അവരുള്ള ഒരു മാർക്കറ്റിലാണ് അവർ ഇറക്കിയത്. ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും പുതിയതാണ്, പുതിയ പ്രോഡക്റ്റ് പുതിയ മാർക്കറ്റ്. അവർക്ക് ഒരു തരത്തിലും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സെഗ്മെൻറ്റിലോട്ട് ഇറങ്ങുന്നതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുക.
കമ്പനിയുടെ ഔട്ട്സൈഡ് കമ്പനീസ് കറൻറ്റ് പ്രോഡക്റ്റ്, ന്യൂ മാർക്കറ്റ് ആണ്. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ സ്കൈ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി, അവരുടെ പ്രോഡക്റ്റ് ഇറക്കാൻ. സോ മാർക്കറ്റ് പെനട്രേഷൻ, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, എക്സിസ്റ്റിംഗ് മാർക്കറ്റ്, മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്, ന്യൂ മാർക്കറ്റ്, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ന്യൂ പ്രോഡക്റ്റ്, എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. രണ്ടും പുതിയ പ്രോഡക്റ്റ്, പുതിയ മാർക്കറ്റ്. ഐ ഗിവ് യു എക്സാമ്പിൾസ് ഓൾസോ. ഈ എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ക്വസ്റ്റൻ ഫ്രെയിം ചെയ്യും. അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ആൻസർ ഓഫ് മെട്രിക്സിനകത്ത് ഇത് ഏത് പ്രോഡക്റ്റ് മാർക്കറ്റിനകത്ത് വരുന്നതാണ്, പ്രോഡക്റ്റ് മാർക്കറ്റ് ഗ്രോത്ത് സ്ട്രാറ്റജിക്കകത്ത് വരുന്നതെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് മാർക്കറ്റ് പെനട്രേഷൻ ആണോ, പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണോ, മാർക്കറ്റ് ഡെവലപ്മെൻ്റ് ആണോ എന്നൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. This is basically a direct question. That is what I am expecting. Same question is there actually in your workbook. You can check that. Okay. അടുത്തത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൺ ഓഫ് ദി വെരി ഫേവറേറ്റ് ക്വസ്റ്റൻ ആണ് മൈക്കിൾ പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് ഒന്നെങ്കിൽ ബാരിയർ ടു എൻട്രി ചോദിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് ഏത് വേണമെങ്കിലും ഈ അറ്റംപ്റ്റിൽ ചോദിക്കാം. മൈക്കിൾ പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. In the light of the 5 forces as propagated by the Michael Porter, explain the common barriers which may cause restraint for the keenness of the new entrepreneurs. മൈക്കിൾ പോർട്ടർ പ്രകാരം മൈക്കിൾ പോർട്ടർ പറഞ്ഞിട്ടുണ്ട്, മൈക്കിൾ പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡലിനകത്ത് പുതിയ എൻട്രൻസിന് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബാരിയറൊക്കെ വന്നേക്കാം. എക്സിസ്റ്റിംഗ് ആൾക്കാർക്ക് കുറച്ച് ബാരിയർ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ പുതിയ ഒരാൾ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ചുമ്മാ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പുതിയ എൻട്രൻസ് കുറച്ച് ബാരിയറൊക്കെ ഫേസ് ചെയ്തേക്കാം. എന്തൊക്കെയാണ് ആ ബാരിയർ? അതായത് ഫോർ എക്സാമ്പിൾ ജിയോ എന്ന് പറയുന്ന കമ്പനി ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഓൾറെഡി എയർടെൽ ഉണ്ട്, വോഡഫോൺ ഉണ്ട്, ഐഡിയ ഉണ്ട്, BSNL ഉണ്ട്. സോ അവർ ചില ബാരിയറൊക്കെ ഫേസ് ചെയ്തേക്കാം. എന്തൊക്കെയാണ് ആ ബാരിയർ? ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി. നമ്പർ 1, capital requirement. Number 2, economies of scale, product differentiation, switching cost, brand identity, access to distribution channel, possibility of aggressive retaliation. ഞാൻ ഓരോത്തിന് അർത്ഥം പറഞ്ഞുതരാം. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ജിയോ എന്ന് പറയുന്ന കമ്പനി ഭയങ്കര വലിയ കമ്പനിയാണ്, കുറേ പൈസയുണ്ട്, ബ്രാൻഡ് നെയിം ഉണ്ട്. സോ അവർക്ക് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടാവില്ല. അവരല്ലാതെ ബാക്കി വേറെ ആരെങ്കിലും ഇപ്പോൾ ഇറങ്ങുമായിരുന്നുവെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷനിലോട്ട് അവർ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്താണ്? ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. എ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ടു എൻ്റർ ഇൻ ടു ആൻ ഇൻഡസ്ട്രി. സോ ഇഫ് ദ ഫേംസ് അല്ലെങ്കിൽ ഇഫ് ദ ഓർഗനൈസേഷൻ ഇസ് ലാക്കിംഗ് ദാറ്റ് ദേ ആർ ഇഫക്റ്റീവ്ലി ബാർഡ് ഫ്രം ദ ഇൻഡസ്ട്രി. സോ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബാരിയർ ടു എൻട്രി ആണ്. സോ പുതിയൊരു എൻട്രൻസിന് അല്ലെ പുതിയൊരു എൻട്രൻറ്റിന് ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇഫ് ദേ ലാക്ക് ഫണ്ട്, അവരുടെ കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ അവർക്കതൊരു ബാരിയറായി മാറിയേക്കാം. സോ അത് എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടും. വോഡഫോൺ, ഇപ്പോൾ ജിയോ ഉണ്ടല്ലോ, വോഡഫോൺ, ഐഡിയ, ജിയോ, BSNL ഇവരെയൊക്കെ മറികടന്ന് അത്രയും പൈസയുള്ള ഒരാൾക്ക് മാത്രമേ ഇനി ടെലികമ്മ്യൂണിക്കേഷനിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇൻഡസ്ട്രിയിലോട്ട് ചുമ്മാ വഴി പോകുന്ന ഏതെങ്കിലും ഒരു കമ്പനിക്ക് കയറി ടെലികമ്മ്യൂണിക്കേഷനിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതിൻ്റേതായ കുറേ ഫണ്ട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. സോ ഇഫ് യു ലാക്ക് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബാരിയർ ടു യു. ഇത് ആർക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടും? എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടും. അതാണ് ഇവിടെ പറഞ്ഞേക്കണം. നമ്പർ 2, എക്കണോമീസ് ഓഫ് സ്കെയിൽ. ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ള ഓർഗനൈസേഷൻ എക്കണോമീസ് ഓഫ് സ്കെയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്താണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ? വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് കുറയും. അതായത് ഓൾറെഡി നിങ്ങൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണ്, നിങ്ങൾ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പെർ യൂണിറ്റ് കോസ്റ്റ് കുറച്ചിട്ടായിരിക്കും കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ചിട്ട് ലാഭം ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ഭയങ്കര ഹൈ വോളിയത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ പെർ യൂണിറ്റ് കോസ്റ്റ് കുറവാണ്. ഇത് പൊതുവെ ആര് എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല? പുതിയ എൻട്രൻസ്. കാരണം അവർ ഇനി ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങണം, എന്നിട്ട് മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ എക്കണോമീസ് ഓഫ് സ്കെയിൽ പൊതുവെ ആർക്കൊരു ബാരിയർ ആയിരിക്കും? പുതിയ എൻട്രൻറ്റിന് ഒരു ബാരിയർ ആയിരിക്കും. ഇത് ആരുടെ പ്രോഫിറ്റബിലിറ്റിയെ കൂട്ടും? എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ കൂട്ടും. പെർ യൂണിറ്റ് കോസ്റ്റ് ഡിക്രീസസ് ആസ് എ വോളിയം ഗ്രോസ്. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും എഴുതിക്കോണം, ഇത് ആർക്ക് ബാരിയറാണ്? പുതിയ എൻട്രൻറ്റിന് ബാരിയറാണ്. ഇത് ആരുടെ പ്രോഫിറ്റബിലിറ്റിയെ കൂട്ടും? എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ കൂട്ടും. മൂന്നാമത്തത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഒരു പ്രോഡക്റ്റ് ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇപ്പം ഞാനൊരു കടയിൽ കയറുമ്പം ഐ നോ ദാറ്റ് ഇസ് ക്ലോസപ്പ്, ഐ നോ ദാറ്റ് ഇസ് സെൻസിഡൈൻ, ഐ നോ ദാറ്റ് ഇസ് പെപ്സിഡൻറ്റ്. എനിക്കറിയാം ആ ബ്രാൻഡ്. എനിക്ക് അതിൻ്റെ പാക്കേജിങ് കാണുമ്പോൾ അറിയാം അത് ആ പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെയാണ്. അല്ലെങ്കിൽ ഇത് സർഫ് എക്സലാണ്, ഇത് സൺലൈറ്റ് ആണ്, ഇത് ഏരിയലാണ്, ഇത് ഹെൻകോ ആണ്. ഐ നോ ദാറ്റ്. അതിനാണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുക. സോ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ആ പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സോ ഇത് പൊതുവെ എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സ് ഓവർ ദ പീരീഡ് അഡ്വർടൈസ്മെൻറ്റ് വഴിയും നമ്മുടെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് വഴിയും
പല രീതിയിലും നമ്മുടെ ഇടയ്ക്ക് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ പ്രോഡക്റ്റ്. ഇത് പൊതുവെ ആർക്ക് ബുദ്ധിമുട്ടായിരിക്കും? ന്യൂ എൻട്രറിന് ബുദ്ധിമുട്ടായിരിക്കും. ന്യൂ physical perceptual differences which will make the product unique or special in the eyes of customers. Physically a പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. സോ വിച്ച് വിൽ ബി ഡിഫിക്കൾട്ട് ഫോർ ദ ന്യൂ എൻട്രൻറ്റ്. ദി നെക്സ്റ്റ് വൺ ഇസ് സ്വിച്ചിങ് കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ മെജോറിറ്റി ഓഫീസസിൽ പോകുന്ന സമയത്ത് വി ആർ യൂസിങ് OS ആയിട്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വി യൂസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് വി വെരി കംഫർട്ടബിൾ യൂസിങ് ഇറ്റ്. ഭയങ്കര സുഖമാണ്. വലിയ അങ്ങനെ പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിൻസ് സ്കൂൾ, കോളേജ്, എവ്രിവേ വി ബിൻ യൂസിങ് ദ MS. സോ നമ്മൾ ഭയങ്കര കംഫർട്ടബിളാണ്. ആ വിൻഡോസ് എന്ന് പറയുന്നൊരു OS ആയിട്ട് നമ്മൾ കംഫർട്ടബിളാണ്. പെട്ടെന്ന് നമ്മളോട് ആപ്പിളിൻ്റെ ഇപ്പം ഐഫോൺ യൂസ് ചെയ്യുന്ന പോലെയോ നമ്മുടെ ഐപാഡ് യൂസ് ചെയ്യുന്ന പോലെയോ അത്രയും യൂസർ ഫ്രണ്ട്ലി അല്ല മാക്ബുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ. ദർ ഇസ് ആക്ച്വലി എ പ്രോബ്ലം ഇൻ യൂസിങ് മാക്ബുക്ക്. നമ്മൾ ഇത്ര നാളും പഠിച്ചുകൊണ്ട് ഭയങ്കര പാടുന്നല്ല, പക്ഷേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വന്നൊരു കംഫർട്ട് ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി ഡിഫിക്കൽട്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ നിന്ന് മറ്റേ കാര്യത്തിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ടൊരു കോസ്റ്റ് വന്നേക്കാം. ലൈക്ക് യു ഹാവ് ടു ട്രെയിൻ ദം. ഇപ്പോൾ ഒരു ഓഫീസ് മൊത്തം മൈക്രോസോഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട്. ദേ ആർ ചേഞ്ചിങ് ടു മാക്ബുക്ക്. അത് ഉപയോഗിക്കാൻ വേണ്ടി അവർക്കൊരു ട്രെയിനിങ് കോസ്റ്റ് വരും. രണ്ടാമത്തത് നമ്മുടെ നമ്മൾ ബൾക്കിലൊക്കെ MS ഓഫീസ് മേടിക്കുവാണെന്ന് വിചാരിക്കുക, OS മേടിക്കുവാണെങ്കിൽ നമുക്കൊരു ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്സ് നമുക്ക് എവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, ആപ്പിളിൻ്റെ അടുത്തൊന്നും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഒരു ബ്രാൻഡിൽ നിന്ന് വേറൊരു ബ്രാൻഡിലോട്ട് മാറുമ്പോൾ സ്വിച്ചിങ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ ആൾക്കാർ പൊതുവേ പുതിയ ബ്രാൻഡ് ട്രൈ ചെയ്യത്തില്ല. സോ പുതിയ എൻട്രൻറ്റ് ഓഫർ ചെയ്യുന്ന സംഭവം ഭയങ്കര ഹൈ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബാരിയർ ടു ദ ന്യൂ എൻട്രൻസ്. അതാണ് സ്വിച്ചിങ് കോസ്റ്റ്. സ്വിച്ചിങ് കോസ്റ്റ് ഹൈ ആകുമ്പം ആൾക്കാർ ചേഞ്ച് ചെയ്യാനൊന്ന് റിലക്റ്റൻ്റ് ആയിരിക്കും. ബ്രാൻഡ് ഐഡൻറ്റിറ്റി, എഗെയിൻ ലൈക്ക് ഐ സെഡ്, ആൾക്കാരുടെ മനസ്സിൽ ഒരു എപ്പോഴും ഒരു ഐഡിയ ഉണ്ട് വിച്ച് ബ്രാൻഡ്. ഇപ്പം ഷൂസിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഐ ലൈക്ക് ന്യൂ ബാലൻസ്, ഐ ലൈക്ക് നൈക്കി, ഐ ലൈക്ക് പ്യൂമ, ഐ ലൈക്ക് അങ്ങനെയുള്ള പല പല ബ്രാൻഡുകളാണ് പറയുക. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, കോമറ്റ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഇറങ്ങിയിട്ടുണ്ട്. സോ ടു റിലേറ്റ് ദ ടെൽ. അപ്പോൾ കോമറ്റ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് നമ്മൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ടേക്ക് എ ലോഡ് ഓഫ് എഫേർട്ട്. നമ്മൾ നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ പോലെ സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ്സ് നടത്തണം, സെയിൽസ് പ്രൊമോഷൻസ് നടത്തണം, അവരുടെ മോഡൽ ഡിഫറെൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ള പേരുകേട്ട ബ്രാൻഡുകൾ ഓഫർ ചെയ്യുന്ന അതേ കംഫർട്ട് നമുക്ക് തരാൻ പറ്റണം, അതേ സ്റ്റൈല് നമുക്ക് തരാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഈ ബ്രാൻഡ് മാറിയിട്ട് നമ്മൾ ആ ബ്രാൻഡിലോട്ട് പോകുള്ളൂ. സോ ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ ബ്രാൻഡ് ഐഡൻറ്റിറ്റി. ഇത് പുതിയ എൻട്രൻസിന് പൊതുവേ ഒരു ബാരിയർ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് ആക്സസ് ടു ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. അതായത് നമുക്ക് ഈ സാധനം മേടിച്ചാൽ മാത്രം പോരാ, ഒന്ന് മേടിക്കാൻ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ഇപ്പോൾ എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ല, മെട്രോപൊളിറ്റൻ സിറ്റീസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അവിടെയുള്ള ആൾക്കാർ മാത്രമേ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യത്തുള്ളൂ. യു കനോട്ട് എക്സ്പെക്ട് ബാക്കിയുള്ള സ്ഥലത്തെ ആൾക്കാർ ഈ പ്രോഡക്റ്റ് മേടിക്കണം. കാരണം നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ ആക്കാൻ പറ്റുന്നില്ല. പോട്ടെ, ഞാനിത് മേടിച്ചു, അത് കഴിഞ്ഞ് എനിക്കിതിനൊരു കംപ്ലയിൻറ്റ് വന്നു. ഇഫ് ഐ ഹാവ് ടു ചേഞ്ച്, ഐ ഹാവ് ടു ഗോ ടു സംവെയർ എൽസ്. അങ്ങനത്തെ ഒരു സംഭവം ആൾക്കാർ ഒരിക്കലും വേറൊരാളത്ത് സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ പറയും സാധനമൊക്കെ കൊള്ളാം, ഒരു പ്രശ്നം വന്നാൽ വി ഹാവ് ടു ഗോ ടിൽ ദെയർ. സ്ഥിരം പറയുന്നൊരു സംഭവമാണ്. സോ ആക്സസ് ടു ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് പൊതുവെ പുതിയ എൻട്രൻറ്റിന് ഒരു ബാരിയർ തന്നെയായിരിക്കും. പോസിബിലിറ്റി ഓഫ് അഗ്രസീവ് റിറ്റലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു അഗ്രസീവ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എല്ലാ കാര്യത്തിലും പ്രൈസിങ്ങിലൊരു അഗ്രസീവ്നെസ് അവർക്കുണ്ട്. അതായത് കസ്റ്റമേഴ്സ് എന്ത് ചെയ്താൽ മേടിക്കും എന്ന് അവർക്ക് എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സിന് അറിയാം. വർഷങ്ങളായിട്ട് അവർ ഇൻഡസ്ട്രി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പൊതുവെ ഇതൊക്കെ ഒരു പോസിബിലിറ്റിയാണ്. സോ ഇതൊക്കെ പൊതുവെ പുതിയ എൻട്രൻസിന് എന്തായി മാറിയേക്കാം, ഒരു ബാരിയറായി മാറിയേക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ പൊതുവേ ഒരു ഇഷ്ടമുള്ള 3 എഴുതും 4 എഴുതുമെന്ന് പറഞ്ഞായിരിക്കും ഡയറക്റ്റ് ക്വസ്റ്റൻ ആണെങ്കിൽ വരിക. ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആണെങ്കിൽ അവർ പിക്ക് ചെയ്തിട്ട് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയും. സോ ഗോ ത്രൂ എവറിത്തിങ്. വി ഡോണ്ട് നോ വിച്ച് പാർട്ട് ദേ മൈറ്റ് ആസ്ക്. ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്ത് തോന്നുന്നു അതായിരിക്കും അവർ ചോദിക്കുന്നത്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ അഗെയിൻ. മൈക്കിൾ പോർട്ടസ് 5 ഫോഴ്സ് മോഡൽ 5 ഇത് നോക്കിക്കോണം കേട്ടോ. അതായത് നമ്മുടെ ഇതില്ലേ ത്രെറ്റ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, നമ്മുടെ ബാർഗനിങ് പവർ ഓഫ് ദ ബയർ, ബാർഗനിങ് പവർ ഓഫ് ദ സപ്ലയർ, അപ്പോൾ അതെല്ലാം ത്രെറ്റ് ഓഫ് ദ ന്യൂ എൻട്രൻസ് ഇപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ എല്ലാം. മറ്റേ നമ്മുടെ ഇത് നേച്ചർ ഓഫ് റൈവലറി ഇൻ ദ ഇൻഡസ്ട്രി. സോ 5 ഫോഴ്സസ് ഉണ്ട്, 5 കോമ്പറ്റേറ്റീവ് പ്രഷേഴ്സ് ഉണ്ട് മൈക്കിൾ പോർട്ടർ പറയുന്നത്. അതും ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആസ് ദാറ്റ് ഓഫ് ദ ബാരിയർ. Just waiting to see if you have any doubts.
Okay, so going for the next one. Explain the pointers for navigating change during digital transformation. This time I think RTP, MTP 1 ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ചേഞ്ച് എന്ന് പറയുന്ന ഏരിയ ഇൻ ദ ചാപ്റ്റർ 5 ഇസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. ഇത് തന്നെ വരണം എന്നില്ല. ദേ ക്യാൻ ആസ്ക് എനി പോയിന്റ് റിലേറ്റഡ് ടു ചേഞ്ച്. സ്ട്രാറ്റജിക് ചേഞ്ചിനെ പറ്റി മാത്രം ചോദിക്കാം, കേർട്ട് ലൂയിൻ സ്ട്രാറ്റജിക് ചേഞ്ചിനെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനകത്തെ ചേഞ്ച്. സോ ഹൗ വിൽ യു മാനേജ് ചേഞ്ച് അറ്റ് ദ ടൈം ഓഫ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. അതിനകത്ത് ഏത് വേണമെങ്കിലും ചേഞ്ച് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ചാപ്റ്റർ 5 ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദിസ് പെർട്ടിക്കുലർ അറ്റംപ്റ്റ്. ഞാൻ ഫൈനൽ ലാപ്പ് എന്ന് പറയുന്നൊരു സെഷൻ എടുക്കുന്നുണ്ട്. I think dates will be announced in 5 or 6 days. Final lap ഉണ്ട് for law as well as SM. Therein we are expecting this area എന്നും പറഞ്ഞുകൊണ്ടാണ്. ഐ എം നോട്ട് സെയിങ് അത് മാത്രം പഠിച്ചിട്ട് പോകണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല, കാരണം ഞാനല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടേക്കണത്. ദിസ് ഇസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഫോർ ദിസ് പെർട്ടിക്കുലർ അറ്റംപ്റ്റ്. ഇറ്റ് മേ ഓർ മേ നോട്ട് കം. ഫോർച്യുനേറ്റ്ലി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത 2 തവണയും SM കഴിഞ്ഞ പ്രാവശ്യം 50/50 വന്നു. അതിൻ്റെ മുന്നിലത്തെ തവണ ഐ തിങ്ക് 35 to 40 മാർക്സ് വന്നു. Again, for law also, nearing 35 to 40 marks in both attempts, whatever we predicted came. So it's all like a chance. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ആ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടും ഒരു ചിലപ്പോൾ റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ എല്ലാം കൂടെ പറഞ്ഞിട്ട് നമ്മൾ പറയണം. സോ അത് മാത്രം പഠിച്ചിട്ട് ഒരിക്കലും പോകരുത്. ഇറ്റ്സ് ജസ്റ്റ് എ ക്വിക്ക് ലാപ്പ് വെയറിൻ യു ക്യാൻ റിവൈസ് ദോസ് പെർട്ടിക്കുലർ അണ്ടർ കാറ്റഗറി ABC അനാലിസിസിൽ പരീക്ഷയുടെ തലേന്ന് ആ ടോപ്പിക്ക് റിവൈസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ അന്ന് പരീക്ഷയുടെ അന്ന് രാവിലെ പ്രയോറിറ്റൈസ് ചെയ്ത് ഒന്നുകൂടെ വായിച്ചിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഫൈനൽ ആപ്പിനകത്ത് പറയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. നോ, എക്സ്പ്ലെയിൻ ദ പോയിന്റേഴ്സ് ഫോർ നാവിഗേറ്റിംഗ് ദ ചേഞ്ച് ഡ്യൂറിങ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചേഞ്ച് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഫസ്റ്റ് വൺ, സ്പെസിഫൈ ദ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻസ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്. എല്ലാ ഓർഗനൈസേഷനും ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യം ഇല്ല. ചിലവർ ഫിസിക്കലി തന്നെ പ്രോഡക്റ്റ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ എന്തിനാണ് പ്രോഡക്റ്റ് ഡിജിറ്റലി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ബേസിക്കലി ദ എയിം? വാട്ട് ഈസ് എ ഇൻറ്റൻഡ് ഔട്ട്കം? നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താ? സെയിൽസ് കൂട്ടലാണോ, അതോ കുറച്ചും കൂടെ കസ്റ്റമേഴ്സിനടുത്ത് റീച്ച് ഔട്ട് ചെയ്യുന്നതാണോ? വാട്ട് ഈസ് യുവർ ബേസിക്കലി ഇൻറ്റൻഡ് ഔട്ട്കം? നോ, it will be easier to make sure that everyone is on the same page and pursuing the same aims if everyone has a clear grasp of the goals. എല്ലാവരോടും ഇതിൻ്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ പറ്റി പറയാം. സോ എവ്രി വൺ ഇസ് ഓൺ ദ സെയിം പേജ്. കുറേ ഓർഗനൈസേഷനിലെ കുറേ പേർക്ക് അറിയാം നമ്മൾ ഡിജിറ്റലി ട്രാൻസ്ഫോംഡ് ആവുകയാണ്, ഫിസിക്കലി മാത്രമല്ല ഡിജിറ്റലി അവൈലബിൾ ആക്കാൻ പോവുകയാണ്. കുറേ പേർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. സോ എവ്രി വൺ ഇസ് നോട്ട് ഓൺ ദ സെയിം പേജ്. ആ കേസിൽ എവ്രി വൺ ഇസ് നോട്ട് ഓൺ ദ സെയിം പേജ്. എവ്രി വൺ ഇസ് ഓൺ ദ സെയിം പേജ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വാട്ട് ഇസ് എ ഗോൾ? നമ്മൾ ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരുടെ അടുത്ത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ സെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ പ്രൈസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനാണ്, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. യു മൈറ്റ് ഹാവ് സംതിങ് ഇൻ യുവർ മൈൻഡ്, റൈറ്റ്? ഓർഗനൈസേഷൻ അത് ക്ലിയർ ആയിട്ട് പറയുക, സോ ദാറ്റ് എവ്രി വൺ ഇസ് ഓൺ ദ സെയിം പേജ്. നമ്പർ 2, ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ്. എപ്പോഴും ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണം. Ensure that you routinely and honestly discuss the objectives of digital transformation and how it will affect the stakeholders, including employee, client and other parties. എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണം, റൂട്ടീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഈ ചേഞ്ച് വരുന്നതോടുകൂടി, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നതോടുകൂടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എഫക്റ്റഡ് ആകാൻ പോകുന്നത്, ക്ലയൻറ്റ്സ് എഫക്റ്റഡ് ആകാൻ പോകുന്നത്, എംപ്ലോയീസ് എഫക്റ്റഡ് ആകാൻ പോകുന്നത്, ഓൾ ഓഫ് ദ പാർട്ടീസ് ഹൂസ് റിലേറ്റഡ് ടു ഓർഗനൈസേഷൻ എഫക്റ്റഡ് ആകാൻ പോകുന്നത്, ഇത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Be ready for resistance. Even when a change is for the better, it can be challenging for the people to embrace it, having a strategy in place to deal with the resistance that may arise. ചേഞ്ച് നല്ലതിനാണ് എന്ന് ആൾക്കാർക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്തോണം. ഞങ്ങൾ മാറില്ല എന്ന് പറഞ്ഞൊരു സംഭവം എക്സ്പെക്ട് ചെയ്തോണം. അതിനുവേണ്ടി നിങ്ങളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ പല സ്ട്രാറ്റജീസ് പഠിച്ചിട്ടുണ്ട്. സോ എപ്പോഴും റെസിസ്റ്റൻസിന് റെഡി ആയിരിക്കണം. നമ്മൾ പറഞ്ഞ ഉടനെ ആൾക്കാർ ഓക്കെ നാളെ തൊട്ട് നമുക്ക് ഈ ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡ് പ്രതീക്ഷിക്കരുത്. റെസിസ്റ്റൻസ് എപ്പോഴും എക്സ്പെക്ട് ചെയ്തോണം. ആ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയും നിങ്ങൾ ഉണ്ടാക്കിക്കോണം. 4, ഇംപ്ലിമെൻറ്റ് ചേഞ്ചസ് ഗ്രാജുവലി. പെട്ടെന്ന് ചേഞ്ച് കൊണ്ടുവരുത്, സഡൻ ആവരുത്, സർപ്രൈസ് ആവരുത്. പയ്യെ ഗ്രാജുവലി മാത്രമേ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പാടുള്ളൂ. ചേഞ്ച് ഷുഡ് ഐഡലി ബി ഇംപ്ലിമെൻറ്റഡ് ഗ്രാജുവലി റാദർ ദാൻ ഓൾ അറ്റ് വൺസ്. ഒറ്റയടിക്ക് ഒരിക്കലും ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കരുത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ട്രെയിനിങ്. പുതിയ കാര്യമാണ്. ആൾക്കാർ ഇത്രയും നാളും ഫിസിക്കലി ചെയ്തുകൊണ്ടിരുന്ന സാധനം ഡിജിറ്റലി കൊണ്ടുവരാൻ നേരത്ത് ചിലപ്പോൾ അവർക്ക് അതിനെപ്പറ്റി വലിയ വിവരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അസിസ്റ്റൻസും കൊടുക്കാനായിട്ട് ഓർഗനൈസേഷൻ എപ്പോഴും റെഡി ആയിരിക്കണം. ദിസ് ഇസ് ഹൗ യു വിൽ എംബ്രേസ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ചേഞ്ചിലോട്ട് പോവുകയാണ്. ഫിസിക്കലി നിന്ന് ഡിജിറ്റലി നിങ്ങൾ ഇലക്ട്രോണിക്കലി നിങ്ങളുടെ പ്രോഡക്റ്റ് സർവീസ് ഓഫർ ചെയ്യാൻ പോകുന്ന സമയത്ത് ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു consider. These are the pointers which will navigate the change using the digital transformation. ഇതെല്ലാം കൺസിഡർ ചെയ്തോണം എന്നാണ് പറയണത്.
ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാണ്, സ്റ്റിൽ ഒരു മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പോയി വായിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. എടാ, ഇതൊരു ജനറിക് ടോപ്പിക്കാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതേ സംഭവം നമ്മുടെ ഐസൈഡ് മെറ്റീരിയലിനകത്ത് വേറൊരു രീതിയിൽ ഇതേ പോയിന്റുകൾ 1 2 3 4 5 എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ വേറൊരു രീതിയിൽ അവർ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എങ്ങനെ ചേഞ്ച് കൊണ്ടുവരും, രണ്ടും രണ്ടാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഡോണ്ട് ഇത് രണ്ടും ഒന്നല്ലേ, നോ ഇത് ഒരേ അർത്ഥമല്ലേ, നോ, ദ പോയിന്റേഴ്സ് ആർ ഡിഫറെൻറ്റ് ബിക്കോസ് യുവർ ആൻസേഴ്സ് വിൽ ബി compared with the suggested answers. Okay, going for the next one. What are channels? Why is channel analysis important? Explain the different types of channel. എങ്ങനെയാണോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പ്രോഡക്റ്റ് എത്തിക്കുന്നത്, ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ചാനൽസ്. ചാനൽസ് എന്തിനാണ് വേണ്ടത്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാനൽസ്. ചാനൽസ് റെപ്രസെൻറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ത്രൂ വിച്ച് it refers to distribution system through which the product or services are offered to the customers. എങ്ങനെയാണോ പ്രോഡക്റ്റ് സർവീസ് കസ്റ്റമേഴ്സിന് അടുത്ത് എത്തിക്കുന്നത്, അതിനാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. They play a pivotal role in reaching the target market, maximizing the sales and establishing competitive advantage. ചാനൽസ് വഴിയാണ് നമുക്ക് ടാർഗറ്റ് മാർക്കറ്റിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൻ്റെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ചാനൽ നമുക്ക് വേണം. സെയിൽസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കറക്റ്റ് ആയിരിക്കണം. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് വേണമെന്നുണ്ടെങ്കിലും ചാനൽ നമുക്ക് വേണം. സോ ചാനൽ ഇസ് ബേസിക്കലി ദി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ത്രൂ വിച്ച് ആൻ ഓർഗനൈസേഷൻ വിൽ distribute their product or services to the കസ്റ്റമേഴ്സ്. എങ്ങനെയാണോ പ്രോഡക്റ്റ് സർവീസ് കസ്റ്റമേഴ്സിന് അടുത്ത് എത്തിക്കുന്ന ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനാണ് ചാനൽ എന്ന് പറയുന്നത്. ടാർഗറ്റ് മാർക്കറ്റിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി, സെയിൽസ് കൂട്ടാൻ വേണ്ടി, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് ചാനൽ വേണം എന്ന് പറയുന്നത്. ചാനൽ ഈസ് ഇമ്പോർട്ടൻറ്റ് വെൻ ദ ബിസിനസ് സ്ട്രാറ്റജി ഈസ് ടു സ്കെയിൽ അപ്പ് ആൻഡ് എക്സ്പാൻഡ് ബിയോണ്ട് ദ കറണ്ട് ജോഗ്രഫീസ് ആൻഡ് മാർക്കറ്റ്. നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് സ്ഥലത്ത് മാത്രം കളിച്ചാൽ പോരാ, നിങ്ങൾക്ക് പുറത്തൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, ഗ്രോത്ത് കുറച്ചുകൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ചാനൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ന്യൂവർ മാർക്കറ്റിലോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ എന്ത് ചെയ്യണം, ലെവറേജ് ചെയ്തോണം. അതായത് പുതിയ പുതിയ ചാനൽസ് നിങ്ങൾ നോക്കണം. ഇപ്പം നിങ്ങൾ വിറ്റുകൊണ്ടിരുന്നത് ഒരു ചാനൽ വഴിയാണ്, നിങ്ങൾക്ക് പുതിയൊരു മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യണം, കുറച്ചും കൂടെ ബിസിനസ് ഗ്രോ ചെയ്യണം, കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചാനൽ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റണം. പല പല ടൈപ്സ് ഓഫ് ചാനലുണ്ട്. സെയിൽസ് ചാനൽ, പ്രോഡക്റ്റ് ചാനൽ, സർവീസ് ചാനൽ. ഓരോന്നും എന്താ നമ്മൾ പഠിക്കാൻ പോണേ. These are the intermediaries involved in selling the product through each channel and ultimately to the end users. Ultimately, end users-ന്റെ അടുത്ത് പ്രോഡക്റ്റ് എങ്ങനെ എത്തുന്നു, and that is basically what you call sales channel. പല ഫാഷൻ ഡിസൈനേഴ്സും ഏജൻസീസ് വഴിയായിരിക്കും അവരുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ഏജൻസി എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ. ഡയറക്റ്റ്ലി അവർ സെൽ ഔട്ട് ചെയ്യൂല. ഈ ഫാഷൻ വലിയ വലിയ ഫാഷൻ നമ്മുടെ ഡിസൈനേഴ്സൊക്കെ അവർ ഒരു റീറ്റെയിൽ ഓർഗനൈസേഷൻസ് വഴി അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവരുടെ പ്രോഡക്റ്റ് സെൽ ഔട്ട് ചെയ്യും. ആൻഡ് ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ സെയിൽസ് ചാനൽ. പ്രോഡക്റ്റ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ഇൻ്റർമീഡിയറി ആണ്. ഫൈനലി എങ്ങനെയാണോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പ്രോഡക്റ്റ് എത്തുന്നത്, ദാറ്റ്സ് പ്രോഡക്റ്റ് ചാനൽ. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഞാൻ eBay വഴി ഓർഡർ ചെയ്തു, അല്ല അലിബാബ വഴി ഞാൻ ഓർഡർ ചെയ്തു. ആ പ്രോഡക്റ്റ് അവർ അവിടുത്തെ ഒരു കൊറിയർ സർവീസിനെ ഏൽപ്പിക്കുന്നു. ആ കൊറിയർ സർവീസ് ഞാൻ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നു, അവരവരുടെ കൊറിയർ സർവീസിനെ ഏൽപ്പിക്കുന്നു. ആ കൊറിയർ സർവീസ് എൻ്റെ ലോക്കൽ ഏജൻറ്റെ ഏൽപ്പിക്കുന്നു, അല്ലെ എൻ്റെ ലോക്കൽ കൊറിയർ ആളുടെ കയ്യിൽ കൊടുക്കുന്നു. ആ ലോക്കൽ കൊറിയറിൻ്റെ ആൾ എൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ പ്രോഡക്റ്റ് എത്തിക്കുന്നു. ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ പ്രോഡക്റ്റ് ചാനൽ. ഇവിടെ ഓസ്ട്രേലിയൻ പോസ്റ്റ് എന്നൊക്കെ പറയുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് റൈറ്റ് നമ്മുടെ രീതിയിൽ എഴുതാം. സെയിൽസ് ചാനൽ പല പല ഫാഷൻ ഡിസൈനേഴ്സും ഡയറക്റ്റ്ലി എത്തിക്കാതെ ഇൻ്റർമീഡിയറി ആയിട്ട് ഒരു റീറ്റെയിൽ ഓർഗനൈസേഷൻസ് വഴി നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് എത്തുമ്പോൾ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സെയിൽസ് ചാനൽ. അൾട്ടിമേറ്റ്ലി പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സെൽ ഔട്ട് ചെയ്യുന്നത്. പ്രോഡക്റ്റ് ചാനൽ ഒരു സീരീസ് ഓഫ് ഇൻ്റർമീഡിയറീസ് വഴി നമ്മുടെ അടുത്തോട് പ്രോഡക്റ്റ് എത്തുമ്പോൾ ദാറ്റ് ഇസ് പ്രോഡക്റ്റ് ചാനൽ. ആൻഡ് ദ സർവീസ് ചാനൽ, they refers to the entities that provide necessary services to product to support the particular product. എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡിഷ് വാഷർ പോയി മേടിച്ചു. ആ ഡിഷ് വാഷർ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബോഷിൻ്റെ ആളായിരിക്കില്ല. അവിടുത്തെ ഏതെങ്കിലും ലോക്കൽ പ്ലംബറായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കും, ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. സോ ബോഷിൻ്റെ നമ്മുടെ ഷോറൂമിൽ നിന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ഡിഷ് വാഷർ വെക്കും, അല്ല എൻ്റെ AC കൊണ്ട് വെക്കും. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവർ ലോക്കലായിട്ട് കൊടുത്തേക്കുന്ന ഒരു പ്ലംബർ ആയിരിക്കും. സോ ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ സർവീസ് ചാനൽ. എന്ത് വേണമെങ്കിലും എക്സാമ്പിളാക്കി കൊടുക്കാം. വാട്ട് എവർ ഇസ് റിട്ടൺ ഇൻ ദ സ്റ്റഡി മെറ്റീരിയൽ ദേ ജസ്റ്റ് കട്ട് കോപ്പി പേസ്റ്റ് ഇറ്റ്. Yes, that is what I said just a while ago. That is, we'll have a session called Final Lab. പക്ഷേ I'm reminding again, ഒരിക്കലും ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഈ എടുത്തു പറയുന്നതിൻ്റെ റീസൺ ഇസ് മൾട്ടിപ്പിൾ സ്റ്റുഡൻസ് ഹവ് മെസ്സേജ് മീ ഇൻ ദ പാസ്റ്റ് 1 or 2 weeks സെയിങ് ചാപ്റ്റർ 5ൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോകാം, ബാക്കി വിടുക. ഇറ്റ്സ് എ ബിഗ് ചാപ്റ്റർ. ചാപ്റ്റർ 3 അല്ലെങ്കിൽ എനിക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഞാൻ ബാക്കിയെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പറയാമോ.
സി ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഞാൻ ടെലിങ് ഇറ്റ് ജനറലി, ഓക്കെ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്തിട്ട് ദിസ് ഇസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ്. ഐ കെൻ നെവർ സേ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, കാരണം ദർ ആർ അറ്റംപ്റ്റ്സ് ദെവ് ജസ്റ്റ് പുട്ട് അൺഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അലോൺ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ഇല്ല. സോ നമ്മുടെ പ്രഡിക്ഷൻ ആ സമയത്ത് തെറ്റിപ്പോവും. സോ നമ്മൾ ആ ഒരു സമയത്ത് ആ കുട്ടിയുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അനലൈസ് ചെയ്തിട്ട് പറയണം ഓക്കെ ഇത് പഠിച്ചോ. പക്ഷെ അത് പുറത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്ത് വന്ന് ഒരു അൺഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വന്നാൽ പറയും മിസ്സ് പറഞ്ഞിരുന്നു ഇത് മാത്രം പഠിച്ചാൽ മതി. ബട്ട് ദേൽ ഇഗ്നോർ വാട്ട് എവർ ദേ സെഡ്. അതായത് ദേൽ ജസ്റ്റ് ഇഗ്നോർ, ഞാനത് പഠിച്ചിട്ടില്ല, എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ആ ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞു തരാമോ, അപ്പോൾ ആ ബേസിസിൽ നമ്മൾ പറഞ്ഞു കൊടുത്തായിരിക്കും. സോ ഐ സ്റ്റോപ്ഡ് ഇറ്റ് ഫ്യൂ ഇയേഴ്സ് ബാക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫൈനൽ ലാബ് സെഷനിൽ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ഞാൻ ആ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പറയുന്ന ഒറ്റ കാര്യമായിരിക്കും, എൻഡ് ചെയ്യുമ്പോഴും പറയുന്ന ഒറ്റ കാര്യമായിരിക്കും. ബൈ അനലൈസിങ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ദിസ് ഇസ് വാട്ട് ഐ ഫീൽ ഇറ്റ് മേ ഓർ മേ നോട്ട് കം. അങ്ങനെയാണ്. സോ ഐ എം നോട്ട് ക്ലാസിഫൈങ് ദ സെഷൻ ആസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സെഷൻ. നോ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പരീക്ഷയുടെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ പരീക്ഷയുടെ തലേന്ന് റിവൈസ് ചെയ്തിട്ട് പരീക്ഷയുടെ അന്ന് രാവിലെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. സോ ദാറ്റ്സ് ദെയർ ഇൻ യുവർ ലോങ് ടേം മെമ്മറി. സോ ഡോണ്ട് ടേക്ക് ദ സെഷൻ ആസ് ഓൺലി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി റോങ് കോൺസെപ്റ്റ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐം ട്രൈങ് ടു സേ. അങ്ങനത്തെ അറ്റംപ്റ്റുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവും. ഇൻസ്റ്റിറ്റ്യൂട്ട് അൺഇമ്പോർട്ടൻറ്റ് മാത്രം പെറുക്കി എടുത്തിടും, ഇത്രയും നാളും ചോദിക്കാത്തതിൻ്റെ ബേസിൽ. സോ റിവിഷൻ്റെ സമയത്ത് ഗിവ് പ്രയോറിറ്റി 1 ഫോർ ദ ഫൈനൽ ലാബ് സെഷൻ വിച്ച് വിൽ ബി ദർ ഇൻ ദ നെക്സ്റ്റ് 1 വീക്ക് ടൈം. എപ്പോഴെങ്കിലും ഡേറ്റ്സ് ദേൽ അനൗൺസ് കേട്ടോ. Going for the next one, explain the concept of vertically integrated diversification. How is forward integration different from ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ? വെരി ഡയറക്റ്റ് ക്വസ്റ്റൻ. ഇത്രയും ഡയറക്റ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സിലോട്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേറ്റഡ് ബിസിനസ്സിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ദറ്റ്സ് വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ. അത് ഫോർവേഡായിട്ടും ഇറങ്ങാം, ബാക്ക്വേർഡായിട്ടും ഇറങ്ങാം. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ ലുലു എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. അവർ പല 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 ആൾക്കാരുടെ അടുത്തു നിന്നാണ് ഈ അവരുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ അവർ അക്വയർ ചെയ്യുന്നത്. എന്നിട്ട് അവർ നമ്മുടെ അടുത്തോട്ട് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ അവിടെ ആ സൂപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള ലുലു അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള ലുലു ഇപ്പം അവർ ആ ഫാം പ്രൊഡ്യൂസിലോട്ട് ഇറങ്ങുവാണ്. ഇനി ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ മേടിക്കുന്നില്ല, ആരും ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തരണ്ട, ഞങ്ങളുടെ സ്വന്തം ഫാമിൽ നിന്ന് ഞങ്ങളത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിച്ചോളാം. സോ അവർ ആ ഇൻപുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിസിനസ്സിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ. അല്ലെങ്കിൽ ഒരു ഫാമർ ആയിരുന്നു, ഒരു ഫാം മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ലുലു പോലത്തെ ഉള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലാണ് സാധനം കൊടുത്തുകൊണ്ടിരുന്നത്. എന്തിനാണ് ഈ ലുലുവിനൊക്കെ കൊടുക്കുന്നത്? ഞാൻ സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഇടാൻ വേണ്ടി പോവാം, ഫാം പ്രൊഡ്യൂസ് എന്നൊരു പേര് വിട്ടിട്ട് ഞാനങ്ങ് കൊടുക്കാൻ പോവാം, ഓർഗാനിക് പ്രൊഡക്ട്സ് ഉള്ളി എന്ന് പറഞ്ഞ് ഞാൻ വിൽക്കാൻ പോവാണ്. അപ്പം ഇൻപുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അയാളൊരു സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ. സോ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ദാറ്റ് ഇസ് ഫോർവേഡ്. നിങ്ങൾ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലോട്ട് നിങ്ങൾ ഇല്ലായിരുന്നു, അതിലോട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ. Vertically integrated diversification is a strategic approach. Company expand its business, different stages of production and distribution process within the same industry. Related business തന്നെയാണ് ഇറങ്ങുന്നത്, within the same industry തന്നെയാണ്, different stages of production. ഞാൻ പറഞ്ഞില്ല, ഒന്നെങ്കിൽ നിങ്ങൾ റോ മെറ്റീരിയലോട്ട് ഇറങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലോട്ട് ഇറങ്ങും. അപ്പോൾ അതിനകത്ത് ഫോർവേഡും ഉണ്ട്, ബാക്ക്വേർഡും ഉണ്ട്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്ന ഒരു സംഭവത്തിനെ ഫോർവേഡ് എന്നും, സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഇൻപുട്ട് അക്വിസിഷൻ ആണെങ്കിൽ ബാക്ക്വേർഡ് എന്നും പറയും. സോ ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത് എന്തിനാണ്? കുറച്ചും കൂടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിനകത്ത് കൺട്രോൾ കിട്ടാൻ വേണ്ടി, കസ്റ്റമർ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർവേഡിലോട്ട് ഇറങ്ങുന്നത്. ബാക്ക്വേർഡിലോട്ട് ഇറങ്ങുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് ഇൻപുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. നീ തന്നില്ലേലും എനിക്ക് നമ്മുടെ ചില ആൾക്കാർ പറയാം നിങ്ങൾക്ക് നമ്മൾ സാധനം തരില്ല, നിങ്ങൾ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. വേണ്ട, നമ്മുടെ കയ്യിൽ ഫാം പ്രൊഡ്യൂസ് ഉണ്ട്, നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തോളാം. സോ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ടൊക്കെ നമ്മളെ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ ഹെൽപ്പ് ചെയ്യും. രണ്ട് ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രേഷൻ, ഫോർവേഡ് ആയിക്കോട്ടെ ബാക്ക്വേർഡ് ആയിക്കോട്ടെ, മാർക്കറ്റ് പവർ കൂട്ടും, കോസ്റ്റ് എഫിഷ്യൻസീസിന് ബെറ്ററാണ്, ഗ്രേറ്റർ കൺട്രോൾ ഓവർ ദ മാർക്കറ്റാണ്. സോ ബേസിക്കലി ഒരേ ഇൻഡസ്ട്രി കിടന്ന് കളിക്കുകയാണ്, റിലേറ്റഡ് ബിസിനസ്സാണ്. ഒന്നെങ്കിൽ നിങ്ങൾ പ്രൊഡക്ഷനിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലോട്ടോ ഇറങ്ങുമ്പോൾ ദാറ്റ് ബിക്കംസ് വേർട്ടിക്കൽ. അപ്പോൾ ബാക്ക്വേർഡ് ആണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഇൻപുട്ട് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടോ, ലോ ആയിട്ട് റോ മെറ്റീരിയൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കും നിങ്ങൾ ബാക്ക്വേർഡിലോട്ട് പോവുക. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി, മാർക്കറ്റ് സെയിൽസ് കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഫോർവേഡ് ഇൻറ്റഗ്രേഷനിലോട്ട് പോകുക. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമ്പിളും കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. ഹിയർ ദേ ഹാവ് നോട്ട് റിട്ടൺ ദി എക്സാമ്പിൾ ബട്ട് ഐ വിൽ പേഴ്സണലി സജസ്റ്റ് ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ എക്സാമ്പിളും കൂടെ കൊടുത്തു ഫോർ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ.
ഞാനിപ്പം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതും സ്റ്റഡി മെറ്റീരിയലിനകത്തുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് പറഞ്ഞത്. Okay, let us go for the last question of descriptive. Although functional level managers operate at the lower end of the management hierarchy, their responsibilities are vital to ensure the smooth and successful functioning of a business. Discuss the importance of functional level managers. Functional level managers എപ്പോഴും ലോവർ എൻഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സിൻ്റെ റെലവൻസ് എന്തൊക്കെയാണ്? അതേപോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. അതേ വേറൊരു ലെവലിനെ ബേസ് ചെയ്ത ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. XYZ ഓപ്പറേറ്റ്സ് ഇൻ വേരിയസ് സെക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് റിന്യൂവബിൾ എനർജി, ഓർഗാനിക് സ്കിൻ കെയർ, എക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ്, സ്മാർട്ട് ഹോം ടെക്നോളജി. ഒരു കമ്പനി ഇത്ര ഏരിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ ഇസ് കറൻ്റ്ലി ഇൻ ദ പ്രോസസ് ഓഫ് റിക്രൂട്ടിംഗ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. CEO-നെ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇമാജിൻ യുവർ സെൽഫ് ആസ് എൻ HR കൺസൾട്ടൻറ്റ്. ഐഡൻറ്റിഫൈ ദ സ്ട്രാറ്റജിക് ലെവൽ. സോ ഇവിടെ ഫംഗ്ഷൻ ലെവലിനെ പറ്റി എഴുതാൻ വേണ്ടി ഡയറക്റ്റ് ക്വസ്റ്റനും CEO വരുന്നത് ഏറ്റവും ടോപ്പ് ലെവലാണ്, കോർപ്പറേറ്റ് ലെവലാണ്. സോ രണ്ടും രണ്ട് ലെവലിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്, പക്ഷേ രണ്ട് ക്വസ്റ്റൻ ആണ്. യു ക്യാൻ റൈറ്റ് എനി വൺ ക്വസ്റ്റൻ. അങ്ങനെയാണ് ഒരു ഓവർ ക്വസ്റ്റൻ ആയിട്ടാണ് ഫ്രെയിം ചെയ്തേക്കുന്നത്. ഫങ്ഷൻ ലെവൽ മാനേജേഴ്സ് യെസ് എൻഡ് ലെവൽ തന്നെയാണ്. അതായത് HR, മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഇങ്ങനെ പല പല ഫങ്ഷൻസ് ചെയ്യുന്നതാണ് ഫങ്ഷൻ ലെവൽ മാനേജേഴ്സ്. അവർ ബോട്ടം ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലെവലിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയുള്ളൂ. അവർ ലോവർ എൻഡിലുള്ള ആൾക്കാരാണ്, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഡിഫറെൻറ്റ് ഫങ്ഷൻസിന് എക്സാമ്പിൾ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം ലെവലിലാണ്. എന്താണോ കോർപ്പറേറ്റ് ആൻഡ് മിഡിൽ ലെവൽ പറയുന്നത്, ബിസിനസ് ലെവൽ പറയുന്നത്, അതിനനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ഓർഗനൈസേഷൻസ് ഓവറോൾ പെർഫോമൻസ്. അവർ ഓവറോൾ പെർഫോമൻസിന് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ദേ പ്ലേ എ മേജർ റോൾ ബൈ ഡെവലപ്പിംഗ് ഫങ്ഷണൽ സ്ട്രാറ്റജി വിച്ച് വിൽ സപ്പോർട്ട് ദ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്. ഓവറോൾ പെർഫോമൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി കോർപ്പറേറ്റ് ലെവലാണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫങ്ഷൻ ലെവൽ എടുക്കണ്ട. പക്ഷേ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫങ്ഷൻ ലെവൽ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. They provide crucial operational and customer related information which will help the business and the corporate level. Business levelനും corporate levelനും വേണ്ടിയിട്ടുള്ള ക്രൂഷ്യൽ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് ഫങ്ഷൻ ലെവലാണ്. കാരണം നാളെ നിങ്ങൾ ഡയറി മിൽക്ക് എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് മേടിച്ചിട്ട് നാളെ ആ ചോക്ലേറ്റിനകത്ത് നിങ്ങൾക്ക് ഒരു ഡാമേജ് നിങ്ങൾ കണ്ടെത്തി. എന്നിട്ട് യു വോണ്ട് ടു ഇൻഫോം. നേരെ കയറിയ കമ്പനിയുടെ ഡയറക്ടറിനെ അല്ല വിളിക്കുക. യു വിൽ കോൾ ദ കസ്റ്റമർ സർവീസ്. എനിക്ക് ഒരു കംപ്ലയിൻറ്റ് പറയാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ സർവീസിനാണ് വിളിച്ചു പറയുക. വിച്ച് ഇസ് ദ ഫങ്ഷൻ ലെവൽ. സോ കസ്റ്റമർ റിലേറ്റഡ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് എപ്പോഴും ഫങ്ഷൻ ലെവലായിരിക്കും. Because they work closely with the frontline staff and customers, they get first-hand insight that may lead to new ideas and improvements. അവർ കസ്റ്റമേഴ്സായിട്ട് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് പുതിയ ഐഡിയാസ്, ഇംപ്രൂവ്മെൻറ്റ്സ്, ഇതൊക്കെ ആയിരിക്കും ഭാവിയിൽ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അവർ പറയും, കസ്റ്റമേഴ്സ് വിളിക്കുമ്പം നമ്മൾ പറയില്ലേ, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു കടയിൽ പോയി എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടിട്ടില്ലേ, ഇപ്പം ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ ഒരു അവൻ മേടിക്കാൻ പോയി, അല്ലെങ്കിൽ ഞാനൊരു ഫ്രിഡ്ജ് മേടിക്കാൻ പോയി. അടുത്ത പ്രാവശ്യം ഞാൻ പറയും, ഇതേ വിലയ്ക്ക് കുറച്ചും കൂടെ സാധനം ആ LGയുടെ ഫ്രിഡ്ജ് തരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ബോഷിൻ്റെ ഫ്രിഡ്ജ് തരുന്നുണ്ടല്ലോ, എന്തിനും നമ്മൾ നിങ്ങളുടെ പ്രോഡക്റ്റ് മേടിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കമ്പനിക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക, ഇതൊക്കെയാണ് പ്രശ്നം. സാധനമൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങളുടെ ആഫ്റ്റർ സെയിൽസ് ഭയങ്കര മോശം കേട്ടോ. അപ്പോൾ ഈ ഫീഡ്ബാക്ക്, ഈ ഫസ്റ്റ് ലൈൻ ഇൻഫർമേഷൻ എപ്പോഴും കിട്ടുന്നത് ഫങ്ഷൻ ലെവലിലാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം പുതിയൊരു പ്രോഡക്റ്റ് അവർ ഇറക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും കോർപ്പറേറ്റ് ലെവലിൽ പ്രോഡക്റ്റ് ഇറക്കാൻ പോകുന്നത്. And the last one, they play an equal role in strategy implementation, ensuring corporate and business level plans are executed. അപ്പോൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുന്നുണ്ട്. സോ അവർ ബോട്ടം ലൈനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഹൈറാക്കി വെച്ച് നോക്കാത്ത ഏറ്റവും ബോട്ടം ലെവലിൽ തന്നെയാണ് പല പല ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. എന്താണോ കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലെവലിൽ പറയുന്നത് അതിനനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഓവറോൾ പെർഫോമൻസിന് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു നല്ല റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അവർ ഏറ്റവും വേണ്ടിയ ക്രൂഷ്യൽ കസ്റ്റമർ ഓറിയൻറ്റഡ് ഇൻഫർമേഷൻസ് കോർപ്പറേറ്റ് ലെവലിലും ബിസിനസ് ലെവലിലും കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഫങ്ഷൻ ലെവൽ വഴി മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അവരാണ് ഫ്രണ്ട് ലൈൻ സ്റ്റാഫ് ആൻഡ് കസ്റ്റമേഴ്സായിട്ട് എപ്പോഴും ഡീൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവരുടെ അടുത്തുനിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഭാവിയിൽ അത് എന്തായി മാറിയേക്കാം, സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് മാറിയേക്കാം. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോർപ്പറേറ്റ് ലെവലിലും ബിസിനസ് ലെവലിനും എത്ര റോളുണ്ടോ അത്രയും ഈക്വൽ ഇമ്പോർട്ടൻറ്റ് റോൾ ആർക്കും ഉണ്ട്, ഫങ്ഷൻ ലെവലിനും ഉണ്ട്. നൗ CEO ഏത് ലെവലിലാണ്? കോർപ്പറേറ്റ് ലെവലിലാണ്. CEO ഏത് ലെവലിലാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ അയാളുടെ കീ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്.
ഒരു കോർപ്പറേറ്റ് ലെവലിൻ്റെ ആൾ എന്തൊക്കെ നോക്കും? ഓവർസീ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജി. ഉദ്ദേശിച്ച പോലെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഓർഗനൈസേഷൻ്റെ മിഷൻസ് ആൻഡ് ഗോൾസ്. ഈ വർഷത്തെ മിഷൻ ഇതാണ്, ഗോൾ എന്താണ്, ഡിഫൈൻ ചെയ്യുന്നത് കോർപ്പറേറ്റ് ലെവലാണ്. എന്ത് ബിസിനസ്സിലോട്ട് ഇറങ്ങണം, റിസോഴ്സസ്, ഇത് പല പല പോയിന്റ് അല്ലോ കേട്ടോ, മാർക്ക് ചെയ്തേക്കുന്നത് തെറ്റിപ്പോയതാ. Don't mark it as separate points. Don't mark. You can mark this as 3, 4. Okay, സിഇഒൻ്റെ റോൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് നോക്കാം. ഈ വർഷത്തെ മിഷൻസ് ആൻഡ് ഗോൾസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. നിങ്ങൾ എന്ത് ബിസിനസ്സിലോട്ട് ഇറങ്ങണം, എങ്ങനെ അതിലോട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം, എങ്ങനെ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യണം, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എങ്ങനെ ലീഡർഷിപ്പ് ഓർഗനൈസേഷൻസിനകത്ത് പ്രൊവൈഡ് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? കോർപ്പറേറ്റ് ലെവലാണ്. സോ നിങ്ങൾ എന്ത് ബിസിനസ്സിലോട്ട് ഇറങ്ങണം, എന്ത് ബിസിനസ് പൂട്ടണം, എങ്ങനെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം, എങ്ങനെ സ്ട്രാറ്റജി ഉണ്ടാക്കണം, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത് നടത്തിയെടുക്കാൻ എന്തൊക്കെ ലീഡർഷിപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഉള്ള തീരുമാനം എടുക്കുന്നത് കോർപ്പറേറ്റ് ലെവലായിരിക്കും. പിന്നെ കോർപ്പറേറ്റും ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയും കമ്പനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ഇൻ മാക്സിമൈസിങ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുന്നതും കോർപ്പറേറ്റ് ലെവലാണ്. സോ ഈ പറയുന്ന നേച്ചറൊക്കെ കണ്ടിട്ട്, ഈ പറയുന്ന നമ്മൾ ഈ കഥയെല്ലാം വായിച്ചതിന് ശേഷം വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് സിഇഒ ഏത് ലെവലിലാണ്, കോർപ്പറേറ്റ് ലെവലാണ്. ഇത് ആ കഥയാണ്, ക്വസ്റ്റൻ്റെ കഥയാണ്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സിഇഒ ഇൻ ദറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റൻ ബിലോങ്സ് ടു ദ കോർപ്പറേറ്റ് ലെവൽ. അത് 3, 4, 5 അതിനകത്ത് മാർക്ക് ചെയ്തേക്കുന്നത് തെറ്റാണ്. പ്രോപ്പർലി വി ഹാവ് മാർക്ക്ഡ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. സോ ദിസ് ബിലോങ്സ് ടു ദ one particular point at segregated points. So we'll have a kutti break and we'll restart with the multiple choice. Okay, descriptive നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. We'll have a very small break, say 10 minutes, and then we'll restart. Okay.
Okay, so let us restart. വളരെ കുറച്ച് MCQs മാത്രമേ ബാക്കിയുള്ളൂ. Just a second. Okay, so let us continue. Titan Tech, a mid-sized software developer. Okay, sorry. First, we'll read the questions. That's how I've always told you. Which external factor from PESEL analysis is most likely to require Titan Tech to adopt its data management practices? Pendo PESEL analysis in a base in the subom. According to Menlo's metrics, which group of stakeholders require the highest level of engagement? Menlo's metrics in a base in the question, which product in Titan's Tech's portfolio is most likely to funding the company's investment in AI-driven analytics? AI-driven analytics ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും? വാട്ട് ലീഡർഷിപ്പ് ചേഞ്ച് ഇസ് പ്രിയ മെഹ്റ കൺസിഡറിങ് ഇൻസ്പയറിംഗ് ഇന്നോവേഷൻ വിതിൻ ടൈറ്റൻ ടെക്? സോ ലീഡർഷിപ്പിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ടൈറ്റൻ ടെക്സ് യൂസ് ഓഫ് മൈക്കിൾ പോർട്ടേഴ്സ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഹെൽപ്പ് ടു സ്റ്റേ കോമ്പറ്റേറ്റീവ്? ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നൗ വി ഗോട്ട് എൻ ഐഡിയ ഓൺ വാട്ട് വി ഹാവ് ടു റീഡ്. ഓക്കെ, Titan Tech ഒരു മിഡ് സൈസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്. ഇന്ത്യയിൽ ഉള്ള ഹാസ് ബീൻ എക്സ്പീരിയൻസ് റാപ്പിഡ് ഗ്രോത്ത് ഓവർ ദ പാസ്റ്റ് 5 years. നമുക്ക് അതിൻ്റെ വേണ്ട ഇൻഫർമേഷൻസ് മാത്രം എടുക്കുക, ബാക്കിയെല്ലാം കഥയാണ്. കമ്പനി സ്പെഷ്യലൈസസ് ഇൻ കസ്റ്റമൈസ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ഫോർ സ്മോൾ ആൻഡ് മീഡിയം enterprises. However, the competitive landscape is shifting due to the entry of global tech giants and evolving customer needs. To chart its future strategy, Titan Tech conducted a PESEL analysis. അതിനുവേണ്ടി PESEL analysis നടത്തി. Politically, government incentives for digital transformation, present growth opportunity, but regularly compliance is tightening. Economically, rising disposable income of SME promise market expansion, yet inflation is driving up operational costs. Technological advancements like AI and blockchain are reshaping industry standards, and environmentally, there is pressure to adopt sustainable practices. So political, government incentives, other regulatory compliance tighten ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്കലി ആൾക്കാരുടെ ഡിസ്പോസിബിൾ ഇൻകം റൈസ് ചെയ്യുന്നുണ്ട്, യെറ്റ് ഇൻഫ്ലേഷനും ഉണ്ട്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് AI വന്നിട്ടുണ്ട്. Social SMEs are increasing, valuing personalized customer support. Lastly, legal changes in data privacy regulation pose significant complaints challenges. ഈ ഡേറ്റ റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊരു ചാലഞ്ചായി മാറിയിട്ടുണ്ട് അവർക്ക്. Titan Tech also mapped its stakeholders using Menlo's metrics. Customers and key investors identified as high power, high interest stakeholders require constant engagement. ഭയങ്കര എളുപ്പമാണല്ലോ. കസ്റ്റമേഴ്സിനും കീ ഇൻവെസ്റ്റേഴ്സിനുമാണ് കോൺസ്റ്റന്റ് എൻഗേജ്മെൻറ്റ് വേണ്ട. എംപ്ലോയീസ് ഓൾദോ ഇൻഫ്ലുവൻഷ്യൽ ഹാവ് മീഡിയം ഇൻട്രസ്റ്റ്, വൈൽ റെഗുലേറ്ററി ബോഡീസ് വിത്ത് ഹൈ പവർ ബട്ട് ലോ ഇൻട്രസ്റ്റ് നീഡ് ടു ബി മോണിറ്റർഡ് ക്ലോസ്ലി. For strategic growth, leadership term evaluated their product portfolio using BCG metrics. Flagship product Biz Ace is a star, showing high market growth. ഇതാണ് സ്റ്റാർ ആയിട്ടുള്ള product. The legacy ERP product is a cash cow, while new offering in AI analytics is question mark. Failed project management tool was a dog. Okay. The CEO Priya Mehra believes a company's leadership style needs to evolve to meet internal and external challenges, while her approach has traditionally been transactional, focusing on clear roles. പുള്ളിക്കാരി പോയിക്കൊണ്ടിരുന്നത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സ്റ്റൈലാണ്. They need to adopt a more transformational style. അവർ ട്രാൻസ്ഫോർമേഷനോട് മാറണം. To stay competitive, Titan Tech has adopted Michael Porter's differentiation strategy by focusing delivering high customer solutions, superior customer service, aim to stand out in the crowd market. ഭയങ്കര എളുപ്പമുള്ള MCQ ആണല്ലോ. Additionally, value chain analysis revealed that investing in advanced R&D, strengthening customer supports are critical to maintaining their competitive advantage. R&Dയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. As Titan Tech faces these crossroads, a company's leadership must make strategic decisions to sustain growth and profitability based on the above scenario. Answer the MCQ. Which external factor from PESEL analysis is most likely to require Titan Tech to adopt its data management practices? The changes in data privacy regulation. കണ്ടോ, ഡേറ്റ പ്രൈവസി റെഗുലേഷൻ ഭയങ്കര ടൈറ്റൻ ആയിരുന്ന ക്വസ്റ്റനിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ ഓപ്ഷൻ ഇസ് ബി. സെക്കൻഡ് വൺ, അക്കോർഡിംഗ് ടു മെൻലോസ് മെട്രിക്സ് വിച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിക്വയർ ഹൈ ലെവൽ ഓഫ് എൻഗേജ്മെൻറ്റ് ഫ്രം ടൈറ്റൻ ടെക്? അപ്പോൾ ഇതിനകത്ത് പല ലെവൽ ഓഫ് ആൾക്കാരെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരെടുത്ത് പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഷോയിങ് യു ദാറ്റ്
ദാ കസ്റ്റമേഴ്സിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. കസ്റ്റമേഴ്സ് ആൻഡ് കീ ഇൻവെസ്റ്റേഴ്സ് റിക്വയർ കോൺസ്റ്റൻറ്റ് എൻഗേജ്മെൻറ്റ്. സോ ഇറ്റ് ഇസ് സി നമ്മൾ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഗുണം. വിച്ച് പ്രോഡക്റ്റ് ഇൻ ടൈറ്റൻസ് ടെക്സ് പോർട്ട്ഫോളിയോ ഇസ് മോസ്റ്റ് ലൈക്ലി ടു ഫണ്ടിങ് ദ കമ്പനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ AI ഡ്രിവൺ അനലിറ്റിക്സ്? ദ AI ഡ്രിവൺ ഇവിടെ അഗെയിൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. I think it's C only. The legacy ERP product is a cash cow, while new offerings in AI driven analytics are question mark. കണ്ടോ? I hope that's clear again. നമ്മളതാണ് മാർക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു ഗുണമേ. ഒരു ഒറ്റ സെക്കൻഡ്. Okay. Here it's mentioned. Okay. Next one is, what leadership change in Priya Mehra considering inspiring innovations within Titan Tech? അവർ ട്രാൻസാക്ഷണലിൽ നിന്ന് ട്രാൻസ്ഫോർമേഷനിലോട്ട് മാറുമല്ലേ, ട്രാൻസാക്ഷനിൽ നിന്ന് ട്രാൻസ്ഫോർമേഷനിലോട്ട് മാറുകയാണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവർ ട്രാൻസാക്ഷനാണ് ചെയ്തുകൊണ്ടിരുന്നത് ട്രഡീഷണലി ട്രാൻസ്ഫോർമേഷനിലോട്ട് മാറാൻ വേണ്ടി പോവാണ്. സോ ഇറ്റ് ഇസ് ദാറ്റ് പർട്ടിക്കുലർ വൺ. നെക്സ്റ്റ് വൺ, how does Titan's tech use of Michael Porter's differentiation strategy help to stay competitive? The option C. ഇത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ആണ്. ലാസ്റ്റ് പാരഗ്രാഫിൽ കിടപ്പുണ്ടായിരുന്നു. അവർ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ചെയ്യുന്നത് ഹൈലി കസ്റ്റമൈസബിൾ സൊല്യൂഷൻ, സുപ്പീരിയർ കസ്റ്റമർ സർവീസ്, എയിം ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ ക്രൗഡഡ് മാർക്കറ്റ്. സോ ഇറ്റ് സി. ബൈ പ്രൊവൈഡിങ് ഹൈ കസ്റ്റമൈസബിൾ സൊല്യൂഷൻ, സുപ്പീരിയർ കസ്റ്റമർ സർവീസ്. ഡയറക്റ്റ് പോലെയാണ്. വെരി ഈസി MCQ ആണ്. ഹോപ്പ്ഫുള്ളി ഇത്രയും നാളും MCQ അങ്ങനെ SM ഇതുവരെ ടഫ് ആക്കിയിട്ടില്ല. നെവർ ദേ ഹവ് മെയ്ഡ് ദ MCQ ടഫ് ഫോർ ദിസ് തിങ് SM. ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. Green Earth and Environmental Organization has formulated a statement to promote environmental sustainability by advocating renewable energy and conservation practices. Which area of strategic intent is represented in the statement? Green Earth ഒരു environmental organization ആണ്. പ്രൊമോട്ട് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഫോർ അഡ്വക്കേറ്റിംഗ് റിന്യൂവബിൾ എനർജി. അവരങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തോട്ട് ഇറങ്ങി. വിച്ച് ഏരിയ ഓഫ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് ഇസ് പ്രസൻറ്റഡ് ഹിയർ ടു പ്രൊമോട്ട്? സോ ഇറ്റ് ഈസ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. മിഷൻ D. ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. Imagine you are tasked with analyzing the competitive landscape for a new product launch. Competitive landscape ചെയ്യാൻ നമ്മളോട് പറഞ്ഞേക്കാണ്. In this context, which of the following factors is not relevant to understanding the competitive landscape? Identifying the competitor, understanding the competitor, determining the strength, determining the weakness. ടെക്നിക്കലി ക്വസ്റ്റൻ അത്ര പ്രശ്നമുണ്ടല്ലോ, കാരണം ഇതെല്ലാം കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമാണ്. ഇമാജിൻ യു ആർ ടാസ്ക് വിത്ത് അനലൈസിങ് ദ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ് ഫോർ എ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച്. ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ചിന് വേണ്ടിയിട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇസ് നോട്ട് റെലവൻറ്റ്? ടെക്നിക്കലി കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പിനകത്ത് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ കോമ്പറ്റീറ്റർ. അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റീറ്ററാണ്. ക്വസ്റ്റന് പ്രശ്നമില്ല, ഞാൻ കസ്റ്റമർ എന്നുള്ളത് കോമ്പറ്റീറ്ററായിട്ടാണ് വായിച്ചത്. ഇറ്റ്സ് ബി ഐഡൻറ്റിഫൈങ് ദ കസ്റ്റമർ. കണ്ടോ, ഒരു വാക്ക് എനിക്കിനെ വായിച്ചപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ച് വായിച്ചില്ലതാ. ദിസ് ഇസ് ദ വൺ. ബി അണ്ടർസ്റ്റാൻഡിങ് ദി കസ്റ്റമർ. ഇവിടെ ഐഡൻറ്റിഫൈങ് ദ കോമ്പറ്റീറ്റർ, അണ്ടർസ്റ്റാൻഡിങ് യുവർ കോമ്പറ്റീറ്റർ ആണ്, നോട്ട് അണ്ടർസ്റ്റാൻഡിങ് യുവർ കസ്റ്റമർ. സോ ഐഡൻറ്റിഫൈങ് യുവർ കോമ്പറ്റീറ്റർ, അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റർ, ഡിറ്റർമൈനിങ് ദ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമൈനിങ് ദ വീക്ക്നെസ്, പുട്ടിങ് ഓൾ ദി ഇൻഫർമേഷൻ ടുഗെദർ. 5 സ്റ്റെപ്പാണ് കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പിനകത്തുള്ളത്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമർ ഇവിടെ. സോ കസ്റ്റമർ അല്ല, ഇറ്റ് ഈസ് കോമ്പറ്റീറ്റർ. സോ ദാറ്റ് ഈസ് നോട്ട് റെലവൻറ്റ്. An airplane operator is providing special launch at major airport for its frequent flyers. The marketing technique is known as, വളരെ സിമ്പിളാണ്, റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. രണ്ടാമത് ആ പറയുന്ന എയർലൈൻ തന്നെ അവർ ചൂസ് ചെയ്യണം. സെയിം എക്സാമ്പിൾ ഞാൻ എമിറേറ്റ്സിനെ വെച്ച് ഇത്തിഹാദിനെ വെച്ച് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള, ദാറ്റ് ഇസ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്.
സിങ്ക്രോ മാർക്കറ്റിംഗ് ഡിമാൻഡാണ്, സോഷ്യൽ മാർക്കറ്റിംഗ് സോഷ്യൽ കോസസിനെ പറ്റിയിട്ടുള്ളതാണ്, അഡീഷണൽ സർവീസ് പറയുന്നതാണ് ഓഗ്മെൻറ്റഡ് മാർക്കറ്റിംഗ്. സോ ഇത് ആൾക്കാരുമായിട്ടുള്ള കസ്റ്റമേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് വിച്ച് ഇസ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചോണം. എനിക്ക് തന്നെ വായിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വായിച്ചപ്പം കോമ്പറ്റേറ്റർ എന്നുള്ള രീതിയിലാണ് വായിച്ചത്, കസ്റ്റമർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഐ ഡോണ്ട് ഫൈൻഡ് ദ MCQ ടു ബി ഡിഫിക്കൽട്ട് ഓർ എനിത്തിങ്. 2 സിമ്പിൾ MCQs. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ MTP ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും, എസ്പെഷ്യലി ഇത് ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. ദാറ്റ് ഇസ് വാട്ട് ഐ എം സ്പെസിഫിക്കലി ഓൾവേസ് സെയിങ്. ഇതിനകത്ത് MCQ യു ഈസിലി ഡു ഇറ്റ്. എല്ലാം ഈ നമ്മുടെ 10ാം ക്ലാസ്സിലെ പാസേജ് റൈറ്റിംഗിൽ നിന്ന് ആൻസർ കണ്ടുപിടിച്ച് എഴുതുന്ന പോലത്തെ ടൈപ്പ് ഓഫ് MCQ. ടു സിമ്പിൾ ഐ വുഡ് സേ. സോ ഐ ഹോപ്പ് ദ സെഷൻ വാസ് ഹെൽപ്ഫുൾ. സോ ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സെഷൻ വുഡ് ബി ദ ഫൈനൽ ലാബ് സെഷൻ ഫോർ ബോത്ത് കോർപ്പറേറ്റ് ലോ ആസ് വെൽ ആസ് ഫോർ ദ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. വിൽ ഹാവ് ദ ഫൈനൽ ലാബ് സെഷൻ യൂഷ്വലി ദ ഡേ ബിഫോർ എക്സാം. അതായത് നിങ്ങൾ അക്കൗണ്ട്സിന് എക്സാം കഴിഞ്ഞ് വരുന്ന അന്നാണ് ഫൈനൽ ലാബ് അപ്പ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വിൽ ബി അപ്ലോഡഡ് ഏർലിയർ, ബട്ട് ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. സോ അതുകൊണ്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനി ലാസ്റ്റ് മൊമെൻ്റ് ഒന്നും പഠിക്കാതെ പഠിച്ച സാധനങ്ങളൊക്കെ തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റിവൈസ് ചെയ്തിട്ട് യു ഹവ് ഓൾറെഡി ഡൺ യുവർ റിവിഷൻ. ഇഫ് യു സ്റ്റിൽ ഹാവ് യുവർ ടൈം ലെഫ്റ്റ്, യെസ്, ഗോ ഫോർ new topics. Apart from that, if you have a lot of topics to revise pending under revision നടത്തിയിട്ടില്ല, revision should be your priority. Okay, so all the very best. I'll see you for the final lab session. Thank you.